السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കോക്കോർ യൂണിറ്റിൽ തസ്ഫിയ ആദർശ സമ്മേളനത്തിൽ നമ്മുടെ സഹോദരൻ മാം സാഹിബിൻ്റെ വീട്ടിൽ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള അതിഥികളായ കുറേ അയൽവാസികൾ, കുടുംബങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ജ്യേഷ്ഠുക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബങ്ങൾ, പ്രാസ്ഥാനിക രംഗത്ത് ആദർശ ബന്ധുക്കളായ നമ്മുടെ സഹോദരങ്ങൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സിന്റെ നന്മയുടെ എല്ലാ പ്രതിഫലവും പുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കളിൽ, സുഹൃത്തുക്കളിൽ, ഉസ്താദുമാരിൽ, നേതാക്കന്മാരിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരും അവരെ പരിചരിക്കുന്നവരുമായ ആളുകളൊക്കെ ഉണ്ടാകും. അല്ലാഹു നമ്മുടെ പ്രിയങ്കരായ സഹോദരങ്ങൾ, രോഗികളായ ആളുകൾക്കെല്ലാം പൂർണ്ണമായ ശിഫ പെട്ടെന്ന് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സുദീർഘമായ ഒരാമുഖ സംസാരം ശ്രവിച്ചു കഴിഞ്ഞു. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഇന്ന് നമുക്ക് ജീവനുണ്ട്. ഇന്ന് കേൾക്കാനും പഠിക്കാനും അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനുമുള്ള ജീവൻ പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നിട്ടുണ്ട്. അത് എപ്പോൾ അവസാനിക്കും, എപ്പോൾ തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യൻ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിലുള്ള മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ ബാധ്യതയില്ലാതെ ജീവിക്കാം, ആരും ആരെയും നോക്കേണ്ടതില്ല, അവനവന്റെ കാര്യം നോക്കി നടക്കുക എന്ന ഒരു മട്ടത്തിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആനന്ദിക്കുക എന്നത് സ്വപ്നമായി മാറുകയാണ്. ആസ്വദിക്കുക. ആ ആസ്വാദനം മറ്റുള്ളവർക്ക് എത്ര പ്രയാസപ്പെട്ടാലും, സ്വന്തം ബാധ്യതകൾ വിസ്മരിച്ചാലും ഒന്നും പ്രശ്നമില്ല. ഒറ്റ ജീവിതമുള്ളൂ, അതുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. വേറെ ചിലരാണെങ്കിൽ സന്തോഷിക്കാൻ, നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി വന്നവരാണ്. സന്തോഷിക്കാൻ ലഹരി വേണം, സന്തോഷിക്കാൻ മദ്യം വേണം, സന്തോഷിക്കാൻ എൻഡിഎം വേണം, അതൊന്നും നമ്മൾ മുടക്കരുത്. ഈ തരത്തിലേക്ക് മനുഷ്യർ മാറുകയും
യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ചിന്തയെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം മറന്നുകൊണ്ടുള്ള അവസ്ഥയും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിനിടയിൽ ഒരു ഉണർത്തലായും ചിന്തകളായും ഒരു നമ്മുടെ യഥാർത്ഥ ദിശാബോധത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ തസ്ബീഹ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഇടയ്ക്കെന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്, ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ സയദക്കറു മൻ യഖ്ശാ. ആകയാൽ നബിയെ താങ്കൾ ഉത്ബോധനങ്ങൾ നൽകുക. ഫഇൻ നഫഅതി ദിക്റാ, ആ ഉത്ബോധനങ്ങൾ പ്രയോജനകരമാകുമെങ്കിൽ ആർക്കാ അതുകൊണ്ട് പ്രയോജനം കിട്ടുക? സയദക്കറു മൻ യഖ്ശാ, ഭയപ്പാടോടെ ഭയഭക്തിയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ഉപകാരം അതുകൊണ്ട് ഉണ്ടാകാൻ പറ്റും. മറ്റൊരായത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു, ഫദക്കിർ, നബിയെ ഉത്ബോധനങ്ങൾ കൊടുക്കണം. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ള മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉത്ബോധനങ്ങൾ കിട്ടുന്നത് പ്രയോജനകരമായേക്കാം. അതുകൊണ്ട് നല്ല മുഅ്മിനിന്റെ അടയാളമാണ് ഉത്ബോധനങ്ങൾ കിട്ടുന്ന വേദികൾ ഉപയോഗപ്പെടുത്തുക, കേൾക്കാനുള്ള മനസ്സുണ്ടാവുക, പഠിക്കാനുള്ള മനസ്സുണ്ടാവുക. എന്തുകൊണ്ട്? മനുഷ്യൻ അവന്റെ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇവിടെ 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവർ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആയുസിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. 60 കഴിഞ്ഞ മനുഷ്യ നബിതങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ ആ ഒരു ഫലപ്രഖ്യാപനം ഒന്ന് വായിച്ചാൽ 60ഉം 70ഉമാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്. 30 കഴിഞ്ഞ മനുഷ്യ നിന്റെ ജീവിതത്തിലെ പകുതി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളും കൊല്ലങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾ അതിനപ്പുറം കടക്കുന്നവരുണ്ടായേക്കാം. ചിലപ്പോൾ ആളുകൾക്ക് 70ന്റെ മേലേക്ക് കിട്ടും. അല്ലാഹു തആല നിശ്ചയിക്കുന്ന അപൂർവം ചില ആളുകൾക്ക് അത് കിട്ടും. എന്നാൽ കിട്ടുന്ന ആയുസ് എത്ര കുറച്ചാണെങ്കിലും അത് അവസാനിക്കാനുള്ളതാണ്. ജനിച്ചവരൊക്കെ മരിക്കുന്നത് പോലെ ഈ ദുനിയാവും നശിക്കുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. എല്ലാം നശിക്കും. നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് നശിക്കാനുള്ളതാണ്, നമ്മൾ ഉണ്ടാക്കിയ വികസനങ്ങൾ നശിക്കാനുള്ളതാണ്, നമ്മൾ ഇന്ന് അധ്വാനിച്ച സമ്പത്ത് നശിക്കാനുള്ളതാണ്. ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ എല്ലാം പൊട്ടി വീഴുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു വല്ലാത്തതെല്ലാം നശിക്കുന്ന ദിവസങ്ങൾ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പരലോകം എന്നാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരലോകത്തേക്കുള്ള യാത്രയിലാണ്. ഇത് മനസ്സിലാക്കിയവർക്ക് ഇത് ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തലേ കയറുള്ളൂ. അല്ലാത്തവൻ ഇരുന്ന് ഇങ്ങനെ ഒരുതരം ദേഷ്യത്തോടെ എന്ത് വയതാണ്, എന്തിനാ അതിന്റെ ആവശ്യം എന്താണ്, എന്തിനാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പ്രസംഗത്തിന്റെ ആവശ്യം, ഈ ഖുർആൻ സുന്നത്തൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് വേറെന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാം, വേറെയുള്ള കാര്യമൊക്കെ നമുക്ക് തൽക്കാലത്തിനുള്ളതാണ്. ഇത് നമ്മളെ സ്വർഗലോകത്തേക്ക് അവസാനം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 4 വീടുകളിൽ താമസിക്കേണ്ടി വരും. നമ്മളൊക്കെ ബാധിക്കണേസാ. ഒരു മനുഷ്യനാണോ അവൻ 4 സ്ഥലത്ത് താമസിക്കേണ്ടി വരും. ഒന്ന്, അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിനകത്ത്. മാക്സിമം എത്ര കിട്ടും? 10 മാസം. പിന്നെ നിങ്ങൾക്ക് കിടക്കാൻ ബുദ്ധി ഉണ്ടെങ്കിലും ഡോക്ടർമാർ പറഞ്ഞ് വേഗം എടുക്കാൻ നല്ലതെന്ന് പറഞ്ഞ് വേഗം 30 സർജറി പ്ലാൻ ചെയ്യും. അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ നമ്മുടെ വീട് ദുനിയാവാണ്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ, എത്ര ഓടിയാലും ഏത് മരുന്ന് കുടിച്ചാലും ഏത് എക്സസൈസ് നിങ്ങൾ നടത്തിനാക്കിയാലും 60ന്റെയും 70 വരെ നമുക്കൊരായുസുള്ളത്. അതിങ്ങനെ പോവും, കൂടുതൽ കിട്ടാതിരിക്കുക. അത് കഴിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് ബർസഖ് എന്ന് പറയുന്ന വിശാലമായ ലോകം. അത് എത്ര കാലമാണ്? അത് കൊല്ലം പറയാൻ പറ്റില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി ബർസഖിലാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000ന്റെയും 5000ന്റെയും മേലെ വർഷങ്ങൾ കഴിഞ്ഞുപോയി ബർസഖിലാണ്.
അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ ശറഫാക്കപ്പെട്ട ആ മണ്ണിലേക്ക് വഫാത്തായി. മണ്ണോട് ചേർന്നിട്ട് 1400 കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോഴും നമ്മുടെ വെള്ളിപ്പാലൊക്കെ ഇപ്പോൾ എവിടെയാ ഉള്ളത്? നമ്മൾ പറയും ആരുടെ മണ്ണിലാണ്? അതേ, എന്റെ പേരാണ് ബർസഖ്. അത് എത്ര കാലം കടക്കേണ്ടി വരും? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവൻ കിടക്കേണ്ടത് ബർസഖിലാണ്. അവിടെ നന്നാവണമെങ്കിലേ, അവിടെ മര്യാദക്ക് കിടക്കാൻ പറ്റണമെങ്കിലേ, ഈ കിട്ടിയ ഈ കുറഞ്ഞ കാലമാകുന്ന ദുനിയാവിൽ അല്ലാഹ് പ്ലാൻ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ചില ഉത്ബോധനങ്ങളുണ്ട്. അത് സ്വീകരിക്കണം. കാരണം നാലാമതൊരു വീടുണ്ട്. അതാർക്കുള്ളതാണ്? ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഫൈനൽ വീട് അവിടെയാണ്. സംശയമുള്ളവർക്ക് ഇനി സംശയം തീർക്കാൻ വേറെ കൂടുതലൊന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ കലാമ് തന്നെ പറയും. ആ അള്ളാഹിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലെ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കള്ളമാണെന്ന് തെളിയിക്കാൻ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനിപ്പല്ല. ശാസ്ത്രം ഭയങ്കര വക്താക്കൾ പറയുന്നുണ്ട്, യുക്തിവാദികൾ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മതനിരാസത്തിന്റെ വക്താക്കളൊക്കെ പറയുന്നുണ്ട് പലതും. പക്ഷെ തെളിയിക്കാൻ, ഒരു പ്രൂഫ് തരാൻ, ഒരു എവിഡൻസ് തരാൻ അള്ളാന്റെ കലാമിൽ പറഞ്ഞ ഇന്ന കാര്യം ശരിയല്ലെന്ന് പറയാൻ വല്ല വഴിയുണ്ടോ? വെല്ലുവിളിച്ച് അടുത്ത കാലത്ത് ജബ്ബാർ മാഷ് എന്ന് പറയുന്ന യുക്തിവാദി വന്നു. കുറെ തെളിവൊന്നും വേണ്ട, ഒന്ന് മതി പറഞ്ഞു. ഒരു സാമ്പിളിന് കടലിനകത്തുള്ള അഗാധമായ ഗർത്തങ്ങളുമായി ബന്ധപ്പെട്ട്, സമുദ്രത്തിനകത്തുള്ള ഇരുട്ടുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ ആയത്തെടുത്തവർ കൊടുത്തതാ. പിന്നെ സംവാദത്തിന് വിളിച്ചിട്ടില്ല, പിന്നെ വന്നിട്ടില്ല. എന്തൊക്കെ ജെമിനി ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, എന്തൊക്കെ സംവിധാനം ഉപരത്തുണ്ട്, കിട്ടണില്ല പറയാൻ. എന്താ കിട്ടാത്തത്? ഇത് അല്ലാഹുവിന്റെ കലാമാണ്. എന്തുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു? എന്തുകൊണ്ട് സുന്നത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു? നമ്മുടെ ആരുടെയും ഒരാളുടെ തീരുമാനമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് വന്ന വേദഗ്രന്ഥങ്ങളുടെ സന്ദേശമാണ് ഖുർആനിലുള്ളത്. ആ ഖുർആനിന്റെ മൊത്തം സാരാംശമാണ് ഫാത്തിഹയിലുള്ളത്. ആ ഫാത്തിഹയുടെ മൊത്തം സാരാംശമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ആ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാം. നമ്മൾ നമ്മുടെ കുടുംബ സംഗമത്തിലാണുള്ളത്. നമ്മുടെ കുടുംബം ഖുർആനുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നും ശരിയാവണ്ണം ഇരുന്ന് ആലോചിക്കണം. ഭാര്യമാർ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഭർത്താക്കന്മാർ ഇവിടെയുണ്ട്, ബാപ്പയും മക്കളും എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സാണ്. അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ പുകയുന്ന ഇടങ്ങളായി ഇന്ന് കുടുംബങ്ങൾ മാറണം. തല്ലും വഴക്കും ബഹളങ്ങളും സ്ഥിരം കാഴ്ചയായി. വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത 3000-4000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ട് ഒരു രാത്രി മാന്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത എത്ര ദമ്പതിമാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെന്ന്. എന്താണ് പ്രശ്നം? ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ ഞെരിഞ്ഞിറങ്ങിയ മക്കളുടെ കാഴ്ച എത്രയാണ്. ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ചെറിയ ചെറിയ മക്കൾ അങ്ങാടിയിൽ കാണുന്നുണ്ട്. ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ല. ചോദിച്ചാൽ അവർ നമ്മുടെ മെക്കെട്ട് കയറും. സദാചാര ഗുണ്ടകൾ എന്ന് വിളിക്കും. പല നിലക്കുമുള്ള അക്രമങ്ങൾ കാണിക്കും. നീ നിന്റെ പണി എടുത്താൽ മതി, എന്റെ വാപ്പാന്റെ പണി നീ എടുക്കണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കേറും. അധ്യാപകരാകുന്ന ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വലിയ വിഷമങ്ങളാണ്. പലതും കണ്ണുകൊണ്ട് കണ്ടാൽ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ രക്ഷിതാക്കൾ പോലും വന്നിട്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കുട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരേണ്ട എന്ന്. ലഹരിയാകട്ടെ മറ്റു പല സാമൂഹിക തിന്മകളും വ്യാപിക്കുമ്പോഴും എതിർക്കാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 18 വയസ്സൊന്ന് തികഞ്ഞു കിട്ടിയാൽ മതി, ചെക്കന് വാപ്പാക്കും ഉമ്മാക്കും പറ്റണമെന്നില്ല, വലിയ വേണമെന്നില്ല, സാക്ഷി വേണമെന്നില്ല, കല്യാണം വേണമെന്നില്ല. അവന്റെ മതമേതായാലും അവന്റെ പ്രശ്നമില്ല. 18 തികഞ്ഞാൽ ഒന്ന് ഇറങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന പെൺമക്കളുള്ള കാലഘട്ടത്തിലാ വാപ്പമാരെ, ഉമ്മമാരെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കല്യാണത്തെ സ്വപ്നം കണ്ടുണ്ട്.
കുട്ടി 18 തികയാൻ കാത്തിരിക്കുന്ന മക്കളുള്ള കാലത്താണ് ജീവിക്കുന്നത്. ശരിക്കും കഴിയോ? എത്ര കണ്ണീർ വാർത്തകൾ കോടതി വരാന്തകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇസ്ലാം ഏറെ പരിശുദ്ധമായി പറഞ്ഞ വിവാഹ ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമില്ലാതെ വിവാഹം വൈകിപ്പിക്കുന്നവർ, വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരുടെ പുതിയ കാലഘട്ടത്തിലെ പുരോഗമനം എന്ന് വിളിച്ചു കൊണ്ട് നടക്കുന്നത് ആഭാസങ്ങളായി മാറിക്കൊണ്ടിരിക്കാൻ. കല്യാണം വേണ്ട, പിന്നെന്താ വേണ്ടത്? ജോലി, പഠിപ്പ്, സ്വപ്നങ്ങൾ, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കുക. എന്താണ് വിവാഹവും അതും തമ്മിൽ ബന്ധം എന്ന് ചോദിച്ചാൽ, വിവാഹം എല്ലാത്തിനും തടസ്സമാണെന്ന് ആരൊക്കെയോ അവരുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. എന്തിന്? പിറകോട്ടടിക്കാൻ. ആ കുട്ടികൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ പെൺകുട്ടികൾ സമ്മതിച്ചു തരുന്നില്ല. ചെക്കന്മാർ ഗൾഫിൽ നിന്ന് വരികയാണ്, 2, 3, 4 വന്നിട്ടും കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നല്ലാതെ മാന്യമായ ഒരു വിവാഹം നടക്കാൻ പറ്റാത്ത ദുരുപയോഗ ഒരു വല്ലാത്തൊരു പ്രയാസഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. മതം വേണ്ട, ധാർമ്മികത വേണ്ട, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയാ നമ്മളൊക്കെ ജീവിക്കേണ്ടത്? തോന്നിയ പോലെ ജീവിക്കണം. അതിന് സമ്മതിക്കാത്തവരാണ് ഇവിടുത്തെ പ്രശ്നം. മുസ്ലിയാക്കന്മാര്, ഉസ്താദുമാര് ശരിയല്ല, പണ്ഡിതന്മാര് ശരിയല്ല. എന്താ കാരണം? അവർ തോന്നിയതുപോലെ ജീവിക്കണമെന്ന് പറയുമ്പോ അരുതേ എന്ന് പറയുന്നവരാണ് പ്രശ്നക്കാരെന്ന് ആക്കി തീർക്കുകയാണ്. എന്ത് എളുപ്പമാണ്, അത് എളുപ്പമായി മാറില്ലേ? وَأَمَّا خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കണമെന്ന് പേടിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും എതിരായി നിന്ന് പ്രവർത്തിച്ചാൽ അവൻ അല്ലാഹുവിന്റെ അടുത്ത് സ്വർഗ്ഗത്തോട്ടങ്ങളുണ്ട്. അവന്റെ താമസ സ്ഥലം ജന്നത്താണ്. ഇച്ഛകൾക്കെതിരെ, തോന്നിവാസത്തിനെതിരെ നിലകൊണ്ടാണ്. നഫ്സിന് എതിരാവണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം കേട്ടോ. ഏത് സമയത്തും ഈ ദുനിയാവ് വിട്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങും. ഒരു നാൾ നമ്മുടെ ജനാസ എടുത്തുകൊണ്ട് ഈ റോട്ടിലൂടെ നമ്മുടെ ജനാസ എടുത്തുകൊണ്ട് പോകും. 4000-3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിരുന്ന നമ്മളെ വെറും 6 അടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കും. നല്ല ബെൻസ് കാർ ഉണ്ടായിരുന്ന, നമ്മൾ ലംബോർഗിനി കാർ ഉണ്ടായിരുന്ന മുതലാളിയെ ആ മയ്യത്ത് കട്ടിലാകുന്ന വാഹനത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകണ ഒരു ദിവസം വരാനുണ്ട്. തരം നോക്കി, മോഡൽ നോക്കി വേഷം മാറിയിരുന്ന മനുഷ്യൻ 3 മോഡലില്ലാത്ത വെള്ള തുണിയിലേക്ക് മാറ്റപ്പെടുന്ന മരണം എന്ന ഒരു യാഥാർത്ഥ്യം ലോകത്ത് വരാനുണ്ട്. എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞ് നമ്മളെല്ലാവരും നല്ല ജീവനോടെ പോകുന്ന ഒരു ഗ്യാരണ്ടി പറയാത്തവരാണ് നമ്മൾ. ഒന്നുറപ്പാണ്, നല്ലപോലെ മരിക്കാൻ കഴിഞ്ഞാൽ, മുഅ്മിനായി മരിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹ് പറഞ്ഞതുപോലെ, നബി പഠിപ്പിച്ച പോലെ, ഖുർആൻ ഉൾക്കൊണ്ട്, സുന്നത്ത് ഉൾക്കൊണ്ട് ജീവിതത്തെ നയിച്ചാൽ അവന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഇവിടെ കിടപ്പിലാകാം, ഐസിയുവിലാകാം, ദിവസങ്ങളോളം രോഗിയായിരിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, സന്തോഷത്തിലേക്ക് മടങ്ങുക. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോളുന്ന മാലാഖമാർ അഭിനന്ദന ആശംസ പ്രവാഹങ്ങൾ കൊടുത്തിട്ട് ഈ മയ്യിത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന ജനാസകൾ ഉണ്ടാകും. അങ്ങനെ ആകാൻ കൊതിക്കുന്നവർക്കാണ് ഉപദേശം കൊണ്ട് കാര്യമുള്ളൂ. അല്ലാഹു നമ്മുടെ മരണം ഈമാനുള്ള മരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മരിച്ച് 6 അടി മണ്ണിലേക്ക്, കബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഇറങ്ങിപ്പോരും. കുടുംബക്കാരെ പേടിച്ചിട്ട് ഇസ്ലാം അനുഷ്ഠിക്കാത്തവർ, മഹല്ലുകാരെ പേടിച്ചിട്ട് ഇസ്ലാം വേണ്ടാന്ന് വെക്കുന്നവർ, സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഇസ്ലാം പറയാൻ മടിക്കുന്ന ആളുകൾ, നാട്ടിൽ എന്റേതായ സ്റ്റാറ്റസും പദവിയൊക്കെ പോകുമോ എന്ന് പേടിച്ചിട്ട് ഖുർആനിലുള്ളത് മൂടി വെക്കുന്നവർ, എന്റെ വരുമാനം, എന്റെ കച്ചവടം, എന്റെ ശമ്പളം, എന്റെ നിലവിലുള്ള റേഞ്ച് കുറയുമോ എന്ന് പേടിച്ചിട്ട് അള്ളാന്റെ ദീന് മൂടി വെക്കുന്ന മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ട്. ഒന്ന്
പറയാം, നമുക്കൊരു പേടിയുമില്ലാതെ ജീവിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. വലാ യഖാഫൂന ലൗമത ലാഇം, ആക്ഷേപകന്റെ ഒരു ആക്ഷേപവും പേടിക്കുന്നില്ല. അല്ലാഹുവിനെ അല്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് പേടിക്കാനില്ല. ആരുടെയും കാലിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നില്ല. ആർക്കും നമ്മുടെ തലച്ചോറ് പണയപ്പെടുത്തുന്നില്ല. പടച്ചവൻ തന്ന ചെവിയും കണ്ണും കാതും മനസ്സും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമുക്ക് കണ്ണും കാതും ഹൃദയമൊക്കെ പടച്ചവൻ തന്നിട്ടുണ്ടോ? ചോദിക്കും. അത് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചത്? ഇതൊക്കെ എന്താ നീ ചെയ്തത്? ഇത് ഉപയോഗിക്കാത്തവർക്കാണ് നരകം. ഇത് ശ്രദ്ധിക്കാത്തവർക്ക് നരകമുണ്ടെന്നാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ, നരകം നിറച്ചിരിക്കുന്നു. കസീറൻ മിനൽ ഇൻസി വൽ ജിൻ, ഇൻസ് വർഗ്ഗവും ജിന്ന് വർഗ്ഗത്തെയും കൊണ്ട്. എന്താ കുഴപ്പം അവർക്ക്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഖൽബുണ്ട് ചിന്തിക്കൂല. ചിന്തിക്കാതെ നമ്മൾ ബാപ്പക്കാരന്മാർക്ക് ഇവിടെ എന്താണോ ചെയ്തത് അതങ്ങനെ ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പക്കാരന്മാര് ചെയ്തത് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിച്ച് കൊണ്ടുനടക്കണം. ബാപ്പ ഇതാളെന്നു. ഇബ്രാഹിം നബി വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹ് കൊടുത്ത ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഇതിന് ഞാൻ ഉണ്ടാവില്ല, ഇതിന് നമ്മൾ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പക്കാരന്മാരുടെ മാർഗ്ഗത്തിൽ കൂടെ പോകുകയാണെങ്കിൽ അബൂജഹലിന്റെ അബൂലഹബിന്റെ മാർഗ്ഗത്തിൽ കൂടെ പോണ ലാത്തയും ഉസ്സയും മനാത്തയും വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളുമായി കൊണ്ട് അങ്ങനെ പോണ്ടവരായിരുന്നു. ഇല്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടാ ജീവിച്ചത്. ചരിത്രം നമ്മൾ പഠിച്ചാൽ കൽബുണ്ടായാൽ അവർ ചിന്തിക്കാതെ പോകുന്നവർ, കണ്ണുണ്ടായിട്ട് തുറന്ന് കാണാതെ പോയവർ, വലഹും ആദാനുൻ, ചിലർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹാ, അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ അതിനേക്കാൾ കന്നുകാലികളെ പോലെയാണ്, അതിനേക്കാൾ മോശമാണ്. ചിന്തിക്കാനും പഠിക്കാനും കേൾക്കാനും പോയി പശുവിനും പോത്തിനുമായി കുറെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. കന്നുകാലികളെക്കാൾ മോശമാണ്. നമ്മൾ ആ ലിസ്റ്റിലല്ല ഉണ്ടാവേണ്ടത്. നമ്മൾ ഖൈറുൻ നാസിയിലാണ് വേണ്ടത്, നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതിനെന്താ മാർഗം? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന്റെ മുമ്പ് പഠിപ്പിച്ചു തന്നു. തറത്തു ഫീകും അംറൈൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല, നശിക്കൂല, വഴി പിഴക്കൂല. ആരൊക്കെ പിഴച്ചു എന്ന് പറഞ്ഞാലും, ആരൊക്കെ ബുദ്ധവാദിയാന്ന് പറഞ്ഞാലും, ഓൾക്ക് നിസ്കാരമില്ല, ഓൾക്ക് ദിക്റില്ല, സ്വലാത്തില്ല, ഓൾ മരിച്ചാല് ചന്ദനം നിലമ്പൂര് കാട്ടുന്ന ചന്ദനം കടത്തുന്ന പോലെ, തേക്ക് കടത്തുന്ന പോലെ മുണ്ടോതെ കൊണ്ടുപോയിട്ട് പയ്യനെ കുഴിച്ചുന്ന പോലെ കുഴിച്ചിട്ട് പോരാന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഒന്ന് കേൾക്കണേ, പഠിക്കണേ. നമ്മളെ കുറിച്ചൊന്ന് തെറ്റായ എല്ലാ ധാരണകളും നിങ്ങൾക്ക് മാറാനുള്ള ഒരു നല്ല വേദിയായി മനസ്സറിഞ്ഞൊന്ന് കേൾക്കണേ. ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ എന്താണ് പിഴക്കാതിരിക്കാൻ ചെയ്യേണ്ടത്? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുക. വസുന്നത റസൂലിഹി, റസൂലിന്റെ ചര്യയും പിറകെ പിടിക്കുക. ഇത് രണ്ടുണ്ടെങ്കിൽ ഒരാള് പിഴച്ചവനാണെന്ന് പറയാൻ കഴിയില്ല. ആളുകൾ പലതും പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് എന്താ പറഞ്ഞത്? നബി ആരാന്നാ പറഞ്ഞത്? ഷാഇരിൻ, ഒരു കവിയാണ്. ഖുർആൻ ഇങ്ങനെ ഓതി കൊടുത്തപ്പോഴേ നബിയെ പറ്റി ഒരു കവിയാണെന്നാ പറഞ്ഞത്. പിന്നെ പറഞ്ഞതോ ബിസാഹിരിൻ, ഒരു മായാജാലക്കാരനാണ്. ബിമജ്നൂൻ, ഭ്രാന്തനാണ്. നമ്മൾ സമ്മതിക്കുണ്ടോ? നമ്മൾ സമ്മതിച്ചു കൊടുക്കോ? ഇത് പറയുന്നത് ആരാ? എതിർപക്ഷത്തുള്ളവരാണ്, ശത്രുക്കൾ പറയുന്നത്. അള്ളാന്റെ ഖുർആൻ മറുപടി പറഞ്ഞു, അല്ലട്ടോ, നിങ്ങളാ പറയുന്നതൊന്നുമല്ല. വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിച്ചത്. അത് കവിതൊന്നുമല്ല, അത് സിഹർ സംസാരിച്ചൊന്നുമല്ല, നബിക്ക് ഭ്രാന്തായതൊന്നുമല്ല. അല്ലാഹുവിന്റെ കലാമാണ് സംസാരിക്കുന്നത്. ഏതാ കലാം? ഖൈറുൽ കലാമി കലാമുല്ലാഹ്.
ഏറ്റവും ഉത്തമമായ സംസാരം അല്ലാഹുവിന്റെ കലാമാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ ചര്യ നബിയുടെ ചര്യയാണ്. നമ്മുടെ വിഷയത്തിന്റെ പകുതി കഴിഞ്ഞു. ഏറ്റവും ഉത്തമമായ സംസാരം അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. ഏറ്റവും ഉത്തമമായ ചര്യ സുന്നത്താണ്, നബി തങ്ങളുടെ സംസാരമാണ്, ജീവിതമാണ്, സുന്നത്താണ്. ഇത് രണ്ടും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ പിഴച്ചവനല്ല, അത് മുറുകെ പിടിക്കുന്നവരായി മാറണം. അവസാന കാലഘട്ടം വരും, നമ്മളെ പറ്റിയ പറഞ്ഞിട്ടോ, അവസാന കാലഘട്ടം വരും. എന്റെ ഉമ്മത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഇഖ്തിലാഫുകൾ ഉണ്ടാകും, ധാരാളം ഫിത്നകൾ ഉണ്ടാകും. അലൈക്കും ബിസുന്നതി. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. ഞാൻ പണ്ട് മുതൽ അങ്ങനെ ചെയ്യല്, എന്റെ വാപ്പക്കാരന്മാർക്ക് ഇങ്ങനെ ചെയ്യല്, ഇതൊന്നല്ലേ മുറുകെ പിടിക്കേണ്ടത്. ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിൽ ഇങ്ങനെ ഉണ്ടോ? അലൈക്കും ബിസുന്നതി. എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഒരു മുജാഹിദാവട്ടെ, സുന്നി വേണ്ട നമുക്ക്. ഈ പറഞ്ഞ ചെയ്താൽ മതി, അപ്പൊ ആൾക്കാർ നിങ്ങളെ വിളിക്കും മുജാഹിദാട്ടോ. ഇസ്ലാമിലുള്ളത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ, നിങ്ങൾ ആൾക്കാർ നാട്ടിൽ വിളിക്കുന്ന പേരാണ് വഹാബി, മുജാഹിദ്. നാട്ടിലതൊക്കെ ചെയ്താൽ വേറെ പേര് വിളിക്കും. എന്താണ് സുന്നി, എന്താണ് മുജാഹിദ് പഠിക്കുക. ഇസ്ലാമിലുള്ളത് ഒരു മനുഷ്യനെ കൃത്യമായിട്ട് അത് ചെയ്യാം, അത് പാലിക്കുക, അത് പഠിക്കുക, അത് പറഞ്ഞു കൊടുക്കുക ചെയ്യാമെങ്കിൽ പിന്നെ എല്ലാവരും മൂപ്പർക്ക് നോട്ടപ്പുള്ളിയാണ്. ഇത് നമ്മൾ എന്ന് തുടങ്ങിയെന്നല്ല. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വഹി ആരംഭിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ പറ്റിയാണ് ഒന്നാമത്തെ ആയത്ത്. മഹാന്മാരെ കുറിച്ചല്ല, ഔലിയാക്കന്മാരെ കുറിച്ചല്ല, മഖാമുകളെ കുറിച്ചല്ല, അല്ലാഹുവിനെ കുറിച്ചാണ് ഒന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. വായിക്കാനാ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റത്തെ ആയത്തിലെ കൽപ്പന വായിക്കുക എന്നാണ്. കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ പിന്നീട് പല ആയത്തുകൾ ഇറങ്ങാൻ തുടങ്ങി. വഹീന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ആ ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അത് മാതൃകയാക്കണം? ഖുർആനിലേക്ക് വരണം. നമ്മൾ ഇങ്ങനെ ജീവിച്ചാ പോരെ? എത്ര കാലം ഇങ്ങനെയൊക്കെ പോയത്, നീ ഇങ്ങനെ പോയാ പോരെ? അല്ല, ഒരു ദിവസം നമ്മൾ പറയില്ലേ, 1000 ദിവസം ഒരു നായനെ പോലെ ജീവനേക്കാൾ നല്ലത് ഒരു ദിവസം കാട്ടിലെ സിംഹത്തെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ജീവിതത്തിന് നമുക്ക് പറ്റും. നല്ല എതിർപ്പൊക്കെ ഉണ്ടാവും, നല്ല പ്രയാസങ്ങളുണ്ടാവും. ഞാൻ പറയാം, ഈ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ വന്നപ്പോ എന്താ ഇറങ്ങിയ ആയത്തുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഹുദല്ലിന്നാസ്. ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. ഇത് പഠിച്ചോളി, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്, ഗൈഡൻസ് ആണ്. മൗഇദത്തുൻ, ഇത് ഉപദേശമാണ്. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയത്തിനകത്തുള്ള പ്രയാസങ്ങൾക്കുള്ള ശിഫയാകുന്ന ഔഷധമാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്. ഇത് മുസ്ലിങ്ങൾ കൈതന്നല്ല, ഇത് എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. ഇത് ഇറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം തന്നെ പറയാണ്, നബിയേ, നിങ്ങൾക്ക് കിട്ടിയ ഈ സന്ദേശം ഉണ്ടല്ലോ, ഈ വഹി ഉണ്ടല്ലോ, ആദ്യം നിങ്ങൾ പോയി പറയണം. മഹല്ലിലല്ല, പള്ളിയിലല്ല, രാഷ്ട്രീയക്കാരുടെ നേട്ടത്തിന് സദസ്സിലല്ല. ആദ്യം പോയി പറയേണ്ടത് ഇതുപോലെ നമ്മളെ കുടുംബക്കാരോട് വിളിക്കുക, അവരോട് കാര്യങ്ങൾ പറയാ, നബിയോട് പറയാ. നബിയെ, നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കുക. ഇത് മദീനത്ത് ഇറങ്ങിയ ആയത്തല്ല, മക്കയിൽ ഇറങ്ങിയ ആയത്താ. കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കുക. നബിയെ വിളിച്ചു. നബി എല്ലാരെയും വിളിച്ചപ്പോ വിളിക്കോൾ എല്ലാവർക്കും ഭയങ്കര കാര്യം, ഭയങ്കര ബഹുമാനം. നബിനെ
സഫാ കുന്നിന്റെ മുകളിൽ വിളിച്ചത്. അവിടെ മേലെ ഉയർന്ന് കയറി നിൽക്കാം, താഴെ കാണാനൊക്കെ പറ്റും. അപ്പൊ എല്ലാവർക്കും പറയാതെ കേൾക്കാനൊക്കെ പറ്റും. എല്ലാവരും വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ആ കുന്നിന്റെ അപ്പുറത്തുനിന്നേ ഒരു സംഘം ആളുകൾ ഈ മക്കനെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഈ നിൽക്കുന്ന ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവര് പറയുന്നു, എന്ത് സംശയങ്ങളെ മുമ്പിലുള്ളത്? താങ്കൾ ഇന്ന് വരെ കളവ് പറയാത്ത സാധ്യതായ മനുഷ്യനാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുവരെ പറഞ്ഞത് അല്ലമീനാണ്, സത്യസന്ധനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞത്. അടുത്ത വാക്ക് എന്താ പറഞ്ഞറിയോ? എങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ്. എന്താ പറയാ പ്രഖ്യാപിക്കാൻ പോണത്? ഈ നാട്ടിൽ ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ജനങ്ങൾ ആരാധിക്കുന്നത്. ലാത്താന്നും ഉസ്സാന്നും മനാത്താന്നും പല പേരുകളുള്ള പലതും. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖറ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ. സൂറത്തുൽ നജ്മിൽ പറയാം, അതിന്റെ പേരുകൾ പറയാൻ വേണ്ടി ഞാൻ വായിച്ചതാണ്. ലാത്തയെന്നും ഉസ്സയെന്നും മനാത്തയെന്നൊക്കെ പേരുള്ള സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരെ ആരാധിക്കുന്നവർ ഇവിടെയുണ്ട്. ഒന്ന് പറയാം, നമ്മൾ ഇനി മുതൽ ആരാധിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ഇലാഹായ അല്ലാഹയല്ലാതെ ഒരു ആരാധ്യനില്ല നമുക്ക്. ഈ വാക്ക് കേട്ടപ്പോ ആദ്യമായി നബി തങ്ങൾക്ക് എതിർപ്പുണ്ടായത് വീട്ടിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. അബൂലഹബ് ശബ്ദിച്ചു, അബൂജഹൽ എതിർത്തു. ഉറപ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേട്ട ഖുർആനിന്റെ ആയത്ത്, വേറെ ഒന്നല്ല, ഖുർആനിന്റെ ആയത്ത് നമ്പർ നോട്ട് ചെയ്തിട്ട് ഇത് പോയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു നോക്കി. ഇതുവരെ നമ്മളെ സ്നേഹിച്ചിരുന്നവർ ചിലപ്പോൾ നമ്മളോട് മിണ്ടാതില്ല. ഇതുവരെ നമ്മളോടൊപ്പം സലാം പറഞ്ഞിരുന്ന മഹല്ലുകാർ നാളെ മുതൽ നമ്മളെ കുറിച്ച് ആക്ഷേപങ്ങൾ ചെല്ലാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ ആദ്യമായി അവിടുന്ന് ശാപം ചൊരിഞ്ഞ വർത്തമാനം പറഞ്ഞത് കുടുംബക്കാരനാ. ആരാ? അബൂലഹബാണ്. എന്താ പറഞ്ഞത്? തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദ്, ഇത് പറയാനാണോ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്? എന്താ പറഞ്ഞപ്പോ? കള്ളുടിക്കണം എന്നാണോ? ഇല്ല. തല്ലൂടണം എന്നാണോ? ഇല്ല. യുദ്ധം ഉണ്ടാക്കണം എന്നാണോ? ഒരു അപശബ്ദം പറഞ്ഞിട്ടില്ല. ഒരു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്തത് ഏകനായ സൃഷ്ടാവ്, ഉറങ്ങാത്ത മയങ്ങാത്ത ശക്തനായ ലോകം നിയന്ത്രിക്കുന്ന ആകാശഭൂമികൾക്കിടയിലെ സകലതിനെയും സംവിധാനിക്കുന്ന ഒരു റബ്ബിനെയല്ലാതെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരൊക്കെ മഖ്ലൂക്കാണ്, അവരൊക്കെ സൃഷ്ടികളാണ്, അവരൊക്കെ മരിക്കുന്നവരാണ്, രോഗം വരുന്നവരാണ്, ഉറക്കമുള്ളവരാണ്, സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് ഏക ഇലാഹിനെയാണെന്ന് പഠിപ്പിച്ചത്. അതിനാണ് ഇപ്പൊ ഈ വർത്താനൊക്കെ പറഞ്ഞത്. ശാപമുണ്ടാകട്ടെ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവസാനിച്ചോ? ഇല്ല. വിശ്വാസം സ്വീകരിച്ച ആളുകളെ മുഴുവൻ വേട്ടയാടാൻ തുടങ്ങി. എന്ത്? ഇസ്ലാമാകുന്ന ഖുർആനാകുന്ന ആശയം സ്വീകരിച്ചത് മുതൽ കുടുംബക്കാർക്ക് ബഹിഷ്കരണം. 3 കൊല്ലക്കാലം ശഅബ് അബീ ത്വാലിബ് എന്ന കുന്നിന്റെ മലയിലാണ് ഖദീജ ബീവിന്റെ കൂടെ നബി തങ്ങൾ താമസിച്ചത്. എന്ത് പറഞ്ഞിട്ടാണ്? എന്ത് പ്രശ്നമാണ് നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്? അല്ലാഹനെ മാത്രം ആരാധിക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായി. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ശരീരം തൊട്ട് കളിച്ചു. ഒന്ന് നമ്മിക്കോ? അവൾ പറയും, പറയാതൊക്കെ പറഞ്ഞോ, എന്റെ മേൽത്തൊട്ട് കളിക്കരുത് പറയില്ലേ? അത് പറയാൻ വകുപ്പില്ലാത്ത സ്ഥലമായിരുന്നു. സുമയ്യ ബീവി എന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദ് ശുഹദാക്കന്മാരായി അറിയപ്പെടുന്ന ആദ്യത്തെ ഷഹീദത്തായ ആ വനിതയാകുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയെ അവർ പച്ചയായ ശരീരത്തിലൂടെ ഇരുമ്പിന്റെ ദണ്ട് കയറ്റിയത് എന്തിന്റെ പേരിലായിരുന്നു? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സമ്മതിക്കാത്തതിന്റെ പേരിലാണ്. അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ്. ചരിത്രം വായിച്ചോ? ഏത് ചരിത്രത്തിൽ വായിച്ചോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അടങ്ങുന്ന നേതാക്കന്മാര് ഖുറൈശികളുടെ കുട്ടികൾക്ക് കളിപ്പാവയെ പോലെ കളിക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങാടിയിലെ പയ്യന്മാര് വന്നിട്ട് തെറി പറയുകയും കല്ലെടുത്തെറിയുകയും ശരീരത്തിൽ പച്ച ശരീരത്തിൽ ചൂടുള്ള കല്ല് വെച്ചുകൊണ്ട് വലിക്കുകയും ചെയ്യുകയാണ് അങ്ങാടി. എന്താ പറയുന്നത് ബിലാല്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അല്ലാഹ് ഏകനാണ്, പടച്ചോൻ ഏകനാണ്, അല്ലാഹല്ലാത്തൊരു ആരാധ്യമില്ല എന്ന് അങ്ങനെ പറയാനുള്ള കാരണം അവിടെ ആരാധ്യന്മാർ വേറെ ഉണ്ടായിരുന്നു.
ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ആരാധിക്കപ്പെടുന്ന ഒരു കാലത്താണ് പറഞ്ഞത്. അത് സമ്മതിക്കാത്തതിന്റെ പേരിലായും ഇതൊക്കെ നമ്മളും അനുഭവിച്ചവരാണ്. ഈ ആരൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ഉണ്ടാകാം. എല്ലാവരോടും പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇസ്ലാമിനെ പിൻപറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വന്തം വാപ്പയാണ് പറഞ്ഞത്, ഇബ്രാഹിമേ ഈ വർത്താനങ്ങാനും ഇനി ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ഇനി ഈ വാക്ക് പറഞ്ഞാൽ അല്ലാഹനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ എറിഞ്ഞ് ഞാൻ ബാപ്പയാണെന്ന് നോക്കൂല, മകനാണെന്ന കണ്ണീരെനിക്ക് ഉണ്ടാകില്ല, നിന്നെ ഞാൻ എറിഞ്ഞങ്ങ് കൊല്ലും. ശക്തമായ വേദനിക്കുന്ന ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും ഇബ്രാഹിം. അതുകൊണ്ട് മിണ്ടാതെ നടന്നു. അറിഞ്ഞില്ലല്ലോ, പറ്റുന്നതൊക്കെ പറഞ്ഞില്ലേ. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ പലതിനെയും തച്ചുടച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ടെക്നിക്ക് എടുത്തില്ലേ. നരകത്തിൽ അല്ലെങ്കിൽ തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ വലിച്ചു കൊണ്ടുപോയി കത്തിച്ചു കളയാൻ എന്ത് തെറ്റാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്? പഠിച്ചോക്ക്, എന്ത് തെറ്റാണ് ഇബ്രാഹിം ചെയ്തത്? ഒന്നുമില്ല. ഏകനായ റബ്ബിന് എന്തുകൊണ്ടാണ് ഖുർആൻ ആ സന്ദേശം ആവർത്തിച്ചു പറയാ? ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ പറഞ്ഞല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 17 തവണ നമ്മൾ ഖുർആനിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് ഓതാതെ ഒരു നിസ്കാരം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മയ്യിത്ത് നമസ്കാരത്തിൽ വരെ 4 തക്ബീർ കെട്ടി നിസ്കരിക്കുമ്പോൾ പോലെ അല്ലാഹു ബഅദു ബൈന വജഹത്തൊക്കെ ഒഴിവാണ്, പക്ഷെ ഫാത്തിഹ ഒഴിവാക്കിയിട്ടില്ല. ഇത് ഓർമ്മപ്പെടുത്താത്ത ഒരു നിസ്കാരമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അല്ലാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാല്? ആരാധനകളായി വരുന്നതെല്ലാം അല്ലാഹ്ക്ക് മാത്രം കൊടുക്കണം. പ്രാർത്ഥനയാണ് ആരാധനയുടെ മെയിൻ ഘടകം. ചുരുക്കാൻ പറയാട്ടോ, ആർക്കെങ്കിലും ഞാൻ എന്റെ ഈ സംസാരത്തിൽ ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഹദീസോ സംശയമുള്ള ഈ സദസ്സ് ചെയ്ത് പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് പോകും. രാവിലെ 2 മണി വരെ പോയിട്ടുണ്ട്. 2 മണിക്ക് ശേഷം വേറെ കോയമ്പത്തൂർ പോകണം. അതുവരെ പറഞ്ഞ് നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പോകണം. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വഴിയിൽ പോവുക, നിസ്കരിക്കുക, പുത്തമ്പള്ളി കിടക്കുന്നവർ പോയിട്ട് 6 മണി പോരുക, പിന്നെ സ്വലാത്ത് ഭാഷണം നടത്തി വെക്കുക, അടക്കൊരു ഹത്താദ് നടത്തുക, പറ്റുച്ചെങ്കിൽ കറ്റൊക്കെ കണ്ടിച്ച് ഒരു കുത്താനാത്തിപ്പൊക്കെ നടത്തുക, പിന്നെ ഒരു സ്വലാത്ത് വാർഷികത്തിനടുത്ത് പൈസ കെട്ട് കൊടുക്കുക, പിന്നെ പറ്റുമെങ്കിൽ പട്ടാങ്കർച്ചത്ത് പോയിട്ട് ആനപ്പുറത്തൊക്കെ ഒന്ന് കയറിയിട്ട് ചാടി കളിച്ചിട്ട് ജീവൻ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ തിരിച്ചു പോവുക. എന്നാൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച നല്ലൊരു മുസ്ലിമായി എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും വിവരം കുറഞ്ഞ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മളെ ആ ഉപയോഗിക്കാത്ത തലച്ചോറുണ്ടല്ലോ, ഫ്രഷ് തലച്ചോറ്, അതൊന്ന് തുറന്നു വെച്ച് പഠിക്കണം. എന്റെ പടച്ചറപ്പ് ഇതാണ്, ഞാൻ സത്യത്തിൽ ഇതാണ് വിചാരിച്ചില്ല. അല്ലെന്നല്ല, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പറയുന്നത് പുത്തൻവാദമാണ്. നമ്മൾ ഒരു പുതിയതും പറയില്ല, ഞാൻ ഖുർആനെന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ ഹദീസിനെ വായിക്കുള്ളൂ. 3ാമത്തെ ഗ്രന്ഥത്തിൽ ഞാൻ പോണില്ല. ഇവിടെ ഫത്ഹുൽ മുഈനൊക്കെ വായിച്ചു, അവർക്കൊന്നും പോണില്ല. നമുക്ക് ഖുർആൻ ഹദീസ് ഇങ്ങനെ വായിച്ചു പോരട്ടോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആശയം പഠിപ്പിച്ചത് ഖുർആനാണ്. പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടായിരിക്കണമെന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. പ്രാർത്ഥന ഇബാദത്താണെന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, പ്രാർത്ഥന പടച്ച റബ്ബിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അല്ലാഹുവിന്റെ ഖുർആനിലെ പഠിപ്പിക്കുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി,
എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരാണോ അഹങ്കരിച്ച് മാറിപ്പോകുന്നതെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്യരായി നരകത്തിന്റെ വിറകായി മാറുന്നവരാണ്. നേർച്ച വഴിപാടുകൾ ആരാധനയാണ്, അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാനുള്ളതാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചടാൻ പറ്റൂല, അമ്പർന്നങ്ങളുടെ പേരിൽ നേർച്ചടാൻ പറ്റൂല. നമ്മൾ നേർച്ചയാക്കുന്നത് അള്ളാഹിന്റെ കൂലി ഉദ്ദേശിച്ചാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ സൂറത്ത് പഠിച്ചിട്ടില്ലേ? അവസാനത്തെ ആയത്ത് ഫസ്വല്ലി, താങ്കൾ നിസ്കരിക്കുക, ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി, വൻഹർ, റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുക. ബലിനാക്കി നമ്മൾ ബോധ്യമാക്കും. എന്തേ? അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹിന്റെ നാമം ഉച്ചരിച്ച്, അള്ളാഹിന്റെ ഖുർബത്ത് കിട്ടാൻ, അള്ളാഹുവിലേക്ക് ബർക്കത്ത് കിട്ടാൻ. എന്നാൽ ജീനാലി ദിനത്തിന് 100 പോത്ത്, 50 പോത്ത്, 75 പോത്ത് അറക്കുന്നത് ഏത് ബർക്കത്ത് കിട്ടാനാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? എന്ത് ഉദ്ദേശിച്ച ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉദ്ദേശ ശുദ്ധി എവിടേക്കാ മടങ്ങുന്നത്? ഹദീസിൽ പറഞ്ഞ വാക്ക് മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ബലിയറുത്താൽ ലഅനല്ലാഹ്, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. റബീഉൽ അവ്വൽ അറക്കുന്ന അറബ് ആരുടെ പേരിലാണ്? റമദാൻ 17ന്റെ അന്ന് നടത്തുന്ന അറബ് ആരുടെ പേരിലാണ്? എന്ത് കൂലി പ്രതീക്ഷിച്ചാണ്? ആരുടെ ഖുർബത്ത് പ്രതീക്ഷിച്ചാണ്? ഇങ്ങനെ ഓരോന്നുങ്ങളെ ലിസ്റ്റിലേക്ക് ചേർത്ത് വെക്കുക. ഏത് ഇബാദത്തിന്റെ അംശങ്ങളായി വരുന്നതെല്ലാം അല്ലാഹു കൊടുക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രാർത്ഥന ഇബാദത്താണ്. ആ ഇബാദത്ത് ഒരു നിലക്കും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും കൊടുക്കാൻ പറ്റൂല. ഇബ്രാഹിം നബിയേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നവനെ പറ്റി എന്താ നമ്മുടെ അഭിപ്രായം? ആവശ്യമില്ലല്ലോ, എല്ലാം സംഭവിക്കും. ഈസാ നബിയെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ പറ്റി എന്താ നമ്മൾ പറയാ? ഉസൈർ നബിയെ ഞങ്ങളെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? വൈരിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപത്തിന് അർഹരായ ടീമിന്റെ പേരാണത്. യഹൂദികളുടെ സ്വഭാവമാണ്. എന്നായിരുന്നു പെടൂല. പിന്നെ നമ്മൾ ഇവിടെ എന്താ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം സംസ്കാരം, ജീവിതം, മരണം, ബലികർമ്മങ്ങളെല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹു മാത്രം. ഇത് പറഞ്ഞിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കണമൊക്കെ. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം പ്രാപിക്കാൻ നമുക്ക് കഴിയുക? ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും അമ്പിയാക്കന്മാരൊക്കെ എന്തായിരുന്നു അവർ കണ്ട പരിഹാരം? നമ്മൾക്ക് എപ്പോഴാണ് തെറ്റിപ്പോവാന്ന് വെച്ചാല് വലിയ പ്രയാസം പരീക്ഷണത്തിൽ വരുമ്പോഴാണ് ജനങ്ങൾ നിന്നൊക്കെ മാറിപ്പോ ഒന്ന് രക്ഷപ്പെടണം. അപ്പൊ ജോത്സ്യന്റെ അടുത്ത് പോകും. മൂപ്പര് പറിച്ചൊരു 4000 വട്ടം കൊലുവതാവ് തോന്നിയിട്ട് ഞാൻ ഈ പറയുന്ന സാധനം വീടിന്റെ കിഴക്കും പടിഞ്ഞാറിന്റെ നടുവിൽ കൊണ്ടുപോയി കുറിച്ചിടണം. ഈ സാധു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പുതിയ വീടാണെന്ന് നോക്കിയ കുത്തി പൊളിച്ച് അതിന്റെ ഉള്ളിൽ കുറിച്ചിടും. ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു ഏലസ് കൈ കൊടുത്തിട്ട് പറയും 4 ഊത്തം കൂതിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിന്റെ തണ്ടങ്ങനെ കെട്ടിക്കൊടുത്താല് അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. ഇസ്ലാം പഠിപ്പിക്കുന്ന വാക്കൊന്ന് കേട്ട് നോക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന്റെ സന്ദേശങ്ങൾ ഇറങ്ങിയിട്ട് അത് പിൻപറ്റാൻ പഠിപ്പിക്കുമ്പോൾ അതിൽ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നു, സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നു, ഔലിയാക്കന്മാരുടെ ചരിത്രം പറയുന്നു. നോക്കൂ നിങ്ങൾ, അമ്പിയാക്കന്മാരിൽ പ്രമുഖരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ വിഷമിച്ചവരായിരുന്നു. അവർ ആരോടാണ് പ്രാർത്ഥിച്ചത്? ഒരു ഇലാ ഹദറത്തി എന്ന് പറഞ്ഞ വാക്കുണ്ടോ? ഒരു അഖ്ജാഹു ബറകത്തി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടോ? ഖുർആൻ പഠിപ്പിച്ചത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ. ഇന്ന് പത്രവാർത്ത വായിച്ചോ നിങ്ങൾ? സിദ്ധനായ ഒരു മനുഷ്യനെ പിടിച്ചു. എന്താ പിടിക്കാനുള്ള കാരണം? ദിവ്യഗർഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറ്റിച്ചിരിക്കുന്നു. ഇതൊക്കെ പോകണോലെ ആരംഭിക്കുന്നത്. ഈ കേസുകൾ, ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് ആരാണെന്നറിയോ? നമ്മൾ പറയില്ലേ നല്ല മുസ്ലിങ്ങളാണ്, നല്ല നമ്മുടെ ഉമ്മത്തിലെ ആൾക്കാരാണെന്നൊക്കെ പറയില്ലേ? അവിടേക്കാണ് കേൾക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന കോളേജിന്റെ കുറച്ചപ്പുറത്ത് കൊളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ ഭർത്താവ് മരിച്ചു.
ഭർത്താവ് മരിച്ച് 1 മാസം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ, ഈ പെണ്ണ് ഒരാളോട് മുണ്ടിൽ എന്റെ ഭർത്താവ് മരിച്ചു ആരോടും പറഞ്ഞില്ല. ആ കട്ടിങ്ങനെ കടത്തി പുറപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കടത്തി ഇങ്ങനെ നല്ല കുന്തിരിക്കം പോക്കണുണ്ട്, നല്ല ചന്ദനത്തിനും കത്തിക്കുന്നുണ്ട്, നല്ല സ്പ്രേ കളിച്ചിട്ടുണ്ട്. ഇത് മണത്ത പിന്നെ മണം മാറും. 3 ദിവസം കഴിഞ്ഞ പിന്നെ ഇതിന്റെ അവസ്ഥ മാറിയില്ലേ. 1 മാസം കഴിഞ്ഞ അയൽവാസികൾക്ക് ഇത് ജീർണിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല എന്താ പറയുക മണം? അപ്പോഴാണ് മാപ്പിള മരിച്ച വിവരം പോലീസ് അറിയുന്നത്. എന്തെങ്കിലും മൂടി, എന്തെങ്കിലും മറവിയാത്ത്, എന്തെങ്കിലും അവർ പറയാത്ത വെച്ചപ്പോ അത് ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത് ഇവിടെ വെച്ച് തന്നെ കട്ടിലിൽ തന്നെ ജീവിക്കുമെന്ന് ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില കേന്ദ്രങ്ങളെ പേര് ചൂണ്ടിക്കാണിച്ചെന്നു. അവിടുന്ന് പറഞ്ഞിട്ട് എത്ര കൊഴിച്ചൊന്നും വേണ്ട, അതൊക്കെ ശരിയായിട്ട് ജീവിക്കും. കാത്തിരിക്കുക. മുഖം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുഞ്ഞിന് ഉമ്മ ജന്മം കൊടുത്തിട്ട് സ്വന്തം ഉമ്മ കുട്ടിക്ക് പാൽ കൊടുക്കണില്ല. എന്താ പാൽ കൊടുക്കാത്തത്? പട്ടൂല ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പള്ളി ഉസ്താദ്, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്താ പിന്നെ തടസ്സം? 5 ബാങ്ക് കഴിയാതെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പാടില്ല. മൂപ്പരുണ്ടാക്കിയതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഹൗലൈനി കാമിലൈനി, 2 കൊല്ലം പൂർണ്ണമായി നിങ്ങൾ മൂലയൂട്ടണം കുട്ടിക്ക്. 1 ബാങ്കും ഞാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ഉമ്മ കുട്ടിക്ക് പാൽ കൊടുത്തത്. ഇത് ആരെ ഉമ്മത്താന്നറിയോ? നമ്മൾ ഈ പറയുന്ന ലായിലാഹിന്റെ മസീഫുള്ള ആൾക്കാരുടെ പറയും. എന്തെല്ലാം പെരുമകളാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കന്മാര് മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ ഒരു മഖാമ് തേടി പോയ ചരിത്രമില്ല. എത്ര നബിമാരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു, അവിടേക്ക് ഒരു പുണ്യയാത്ര തേടി ഇറങ്ങി പുറപ്പെട്ടില്ല. പ്രവാചകന്മാർ ശ്രേഷ്ഠരല്ലാഞ്ഞിട്ടല്ല, ഇതല്ല പരിഹാരം എന്ന് പഠിപ്പിക്കാനാ. രോഗം കൊണ്ട് കഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരാണ്. പലരും തുപ്പിയ വെള്ളം കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചു. 1-2 കൊല്ലല്ല, 18 കൊല്ലം. പ്രിയപ്പെട്ട ചെറിയ ചെറിയ മക്കളൊക്കെ അയ്യൂബ് നബിന്റെ മരണപ്പെടാൻ തുടങ്ങി. ഒരു കുട്ടിനെ മയ്യത്ത് മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത കുട്ടിനെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടി വരികയാണ്. സമ്പത്ത് നഷ്ടപ്പെടുകയാണ്. എല്ലാ ദുരിതങ്ങളും വന്ന് വേട്ടയാടിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം എവിടെയാണ്, എന്താ കുഴിച്ചു മൂടിയത്? സങ്കടപ്പെട്ട് കരയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ച് വിഷമങ്ങൾ ഉള്ളു തുറന്ന് പറയാൻ വേണ്ടിയാണ് തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ പഠിച്ചുകൊണ്ടത്. സങ്കടങ്ങൾ മനമൊരുക്കി പടച്ചോനെ പടച്ചോനെ റബ്ബേ എന്ന് പറയേണ്ടവരാണ് നമ്മൾ. ഇനി പോവില്ല, വേറെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ നടക്കുക. നമുക്ക് യാത്രക്കിടയിൽ കാണാൻ സാധിക്കും, തിരുവനന്തപുരത്തെ ഭീമാപള്ളി മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് കാസർഗോഡ് ഉള്ളാൾതർക്ക് വരെ ആളുകളുടെ യാത്രക്കിടയിൽ പലരെയും നമ്മൾ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ മക്കളെയും കൊണ്ട് കുടുംബത്തെയും കൊണ്ടൊക്കെ പോണത് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യാത്രയാണ്. വീട്ടിലെ ഖുർആൻ എടുത്തു വെച്ചിട്ട് നാട്ടിലെ മഖാമുകൾ തേടി വെള്ളം തേടി നടക്കുകയാണ് അവർ. അടുത്തത് മക്കളെ കാണാതെ വിഷമിച്ച യാക്കൂബ് നബി ആരോടാ? അന്നീ അവിടുന്നാണ് ഇന്നമാഷ്കൂ ബത്തി വഹ്സിനി ഇലല്ലാഹ്, എന്റെ വേവലാതി എന്റെ സങ്കടങ്ങൾ ഞാനിതാ അല്ലാഹുവിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവിലേക്ക് മടക്ക ചെയ്തത് യാക്കൂബ് നബിക്ക് കുട്ടികളെ കിട്ടിയല്ലോ, യൂസുഫിനെ കിട്ടിയല്ലോ. പൊട്ടക്കിണറ്റിൽ നിന്ന് ജീവനോടെ രാജകൊട്ടാരത്തിലെ മന്ത്രിയായിട്ട് തിരിച്ചു കിട്ടിയില്ലേ? അള്ളാഹിനോട് സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു. എപ്പോഴും പടച്ച റബ്ബിനോടാണ്, ബദരീങ്ങളെ ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റണേ, ബദരീങ്ങളെ ബറക്കത്തോട് ശിഫ നൽകണേ, എന്തൊക്കെ വാക്കാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബദരീങ്ങൾ റമദാൻ 17ന്റെ അന്ന് ആരോടാ പ്രാർത്ഥിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാൽ, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച് ബദറിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഇസ്തിഗാസ റബ്ബിനോട് പടച്ചോനോട് ചോദിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എങ്ങനെ? അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000കണക്കിന് മലക്കുകൾ ഇറക്കിയിട്ട്, കാണാത്ത ശക്തികൾ യുദ്ധത്തിനിടയിൽ ഇറക്കിയിട്ട്. ബദരീങ്ങളിൽ അല്ലാഹുവോടാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ പറയാ, ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം. ഈ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നവരാണ് അസ്ഹാബുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫ് ആരോടാ പ്രാർത്ഥിച്ചത്?
ഗുഹന്റെ ഉള്ളിൽ 309 കൊല്ലക്കാലം കിടത്തി ഉറക്കിയ ചരിത്രം നമുക്കറിയാലോ. അവർ ഗുഹന്റെ ഉള്ളിൽപ്പെട്ട സമയത്ത് പറയുന്നത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിർ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളെ പരിഹാരം ഉണ്ടാക്കി തരണേ, ഞങ്ങളെ പ്രയാസം മാറ്റി തരണേ എന്ന് ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്താ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഖുർആനിൽ എവിടെ നോക്കിയാലും കാണുന്നത് അതാണ്. ഇന്നമാ അവിടുന്ന് ഖുർആൻ പറയാൻ നബിയെ നിങ്ങൾ പറയണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, നബിയെ പറയണം ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവനിൽ ഒരാളോടും പങ്കു ചേർക്കൂല. ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അവനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനകത്തുണ്ട്, ഇത് പഠിപ്പിച്ചു കൊടുക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പള്ളിയിലും ഖുർആൻ അർത്ഥസഹിതം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അത് പഠിക്കാൻ തുടങ്ങി ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഒഴുകി പോകും. അതിലുള്ള ആയത്തിന്റെ അർത്ഥമൊക്കെ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ മുമ്പിൽ ഇരിക്കാൻ അതിൽ ആളുണ്ടാവില്ല. എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ ആയത്തൊക്കെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പൊ ഈ ചോദ്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് പകരം എന്താ ചെയ്യാം? അപ്പൊ ആൾക്കാർ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, വേണം, അപ്പൊ എന്താ വേണം, മജ്‌ലിസുന്നൂറടക്കാം, അവിടെ വന്നാലോ ക്യാൻസർ മാറും, കുട്ടികളെ കിട്ടാതെ കുട്ടികളെ കിട്ടും, ആ സദസ്സിൽ വന്ന് ഇരുന്ന എല്ലാ രോഗം മാറും, അങ്ങനെ മജ്‌ലിസുന്നൂർ എത്തി അതിലെന്താ ഖുർആൻ പഠിപ്പിക്കണമെന്നില്ല. അല്ലെങ്കിൽ മഹദറത്തുൽ ബദരി ഉണ്ടാക്കും, അത് ഇയാളെ തോൽപ്പിക്കാൻ അപ്പുറത്ത് വേറെ ടീം ഉണ്ടാക്കിയതാണ്. അത് ഇങ്ങനെ കുറെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, കുറെ കറാമത്തുകൾ അതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത രോഗം മാറും, പ്രയാസങ്ങൾ മാറും, ജോലി ശരിയാവും. ഇങ്ങനെ ജനങ്ങളെ കൊണ്ടെത്തിക്കാനല്ലാതെ യഥാർത്ഥ പരിഹാരമാകുന്ന ഖുർആൻ ജനങ്ങളെ എത്തിക്കുക. അവിടുന്ന് പ്രവാചകർ ചെയ്ത പണി എന്തായിരുന്നു? യത്ലു അലൈഹിം ആയാതി, ജനങ്ങളെ ഖുർആൻ ഓതിക്കൊടുത്തു, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു, വയുഅല്ലിമുഹുൽ കിതാബ്, വേദഗ്രന്ഥം പഠിപ്പിച്ചു. നിങ്ങളെ നാട്ടിലെ പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് ഖതീബിനോട് പറയാം, നമുക്ക് നമ്മുടെ നാട്ടില് എല്ലാ വെള്ളിയാഴ്ച ഒരു ഖുർആൻ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ഖുർആൻ ക്ലാസ് വേണം. നിങ്ങൾ എടുത്താൽ മതി ഉസ്താദെ, വേറെ ഉള്ളവരൊക്കെ പഠിച്ചോലല്ലേ, നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി, നിങ്ങൾ ഖുർആൻ ക്ലാസ് വേണം. നിങ്ങളത് പറയുന്നതോടുകൂടി മൂപ്പര് നോട്ട് ചെയ്യും, നിങ്ങളെ നോട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ മൂപ്പര് പതുക്കെ പിന്നെ ഇത് പിന്നാലെ കൂടാന്ന് കണ്ടാല് പിന്നെ അദ്ദേഹം നിങ്ങളെ പറ്റി നാട്ടിലെ കമ്മിറ്റിയിൽ പരാതി പറയും. പിന്നെ ഈ മൂപ്പർക്ക് എന്തോ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് ഇടക്കിടക്ക് ഖുർആൻ ക്ലാസിന്റെ കാര്യം നമ്മളിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഈ നാട്ടിൽ പരിസരത്ത് പള്ളിയിൽ പോയി ചോദിച്ചോക്കി. പിന്നീട് നമ്മളെ ഒരു കുറ്റക്കാരനായി, നമ്മൾ എന്തൊരു പുതിയ ആശയം കൊണ്ട് വന്ന ആളായി നമ്മളങ്ങനെ ചാപ്പ കുത്തി. എത്ര ആൾക്കാരൊന്നും പരാതി പറയുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും പഠിക്കുന്നില്ല. അള്ളാന്റെ കലാം അർത്ഥസഹിതം നാട്ടിലേക്ക് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ അയാളൊരു മോശക്കാരനായി മാറും. പകരമായി കൊണ്ട് ജനങ്ങളുടെ കയ്യിലേക്ക് വേറെ ചിലത് കൊടുത്തു. എന്താ കൊടുത്തത്? ഖുർആനൊന്നും പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ കൊടുത്തത്? പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട്, ബദർമാല, മുഹിയദ്ദീൻമാല, റിഫായിമാല കുറെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഇത് മതി, ഇതിൽ തന്നെ എല്ലാം ഉണ്ട്, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹിയദ്ദീൻമാല ചൊല്ലിയാൽ, തെറ്റുകൂടാതെ മുഹിയദ്ദീൻമാല ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മാളിക തരുന്നതാണ്. ഖുർആൻ പോലും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ കറാമത്താ കിട്ടിക്കുന്നത്. തെറ്റുകൂടാതെ ഒരു തവണ ഓതിയ സ്വർഗത്തിൽ മാളിക തരും. മുഹിയദ്ദീൻമാല ഓതിയാൽ, മുഹിയദ്ദീൻമാലിന്റെ പഴക്കം എത്ര വിചാരിച്ച്? 1400 ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച്. മുഹിയദ്ദീൻമാലിന്റെ പഴക്കം 400 കൊല്ലാണ്. കായൽ പട്ടണത്തിലൊരു ചങ്ങായി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം മുഹീദ്ദീൻ ശേഖരെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വലിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടാണ് എല്ലാ കഴിവും മുഹീദ്ദീൻ ശേഖർ. എവിടുന്ന് പ്രാർത്ഥിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്ന പഠിപ്പിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് തികയാനിട്ട് പിന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് കുത്തുബിയത്ത്. കുത്തുബിയത്ത് ഉണ്ടാക്കിയിട്ട് 300 കൊല്ലമായിട്ടുള്ളൂ. പുതിയ ആശയം അവരെ കൊണ്ടുവന്നത്. 300 കൊല്ലം പഴക്കമുള്ള കുത്തുബിയത്ത് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? ഒതുണ്ടാക്കി ഭക്തി പുരസ്സരം 12 റക്അത്ത് നിസ്കരിച്ച് ലൈറ്റ് ഓഫ് ആക്കി 1000 തവണ നമ്മളെ പള്ളിയിൽ നമ്മൾ പൈസ കൊടുത്ത്, അറബികളുടെയും നാട്ടുകാരെയും പൈസ എടുത്ത്
പണിയെടുത്തുണ്ടാക്കിയ പള്ളിയിൽ എന്താ വിളിക്കുന്നത്? മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയുദ്ദീൻ മുറാദി. അല്ലാഹു 10 വട്ടം വിളിക്കാൻ വെച്ചാ റബ്ബേ എന്ന് വിളിക്കാൻ മടിയാണ്. 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാനാണ് കുതുബിയ്യത്ത് ഉണ്ടാക്കിയത്. എന്നിട്ട് പറയാം ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം. ഇതൊക്കെ ഇപ്പൊ 400-300 കൊല്ലുള്ളൂ. നമ്മൾ പറയുന്നത് നിങ്ങൾ 1400 കൊല്ലണ്ട ഖുർആൻ പഠിപ്പിച്ചു തരുന്നതാണ്. ചോദിക്കാൻ എന്താ പടി? നിങ്ങൾ റിയാദുസ് സാലിഹീൻ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം 1400 കൊല്ലം പഴക്കമുണ്ട്. നിങ്ങൾ ആ ക്ലാസ് എടുത്ത് അതൊന്ന് ഹദീസ് എടുക്കാൻ കുബൂറിന്റെ ഹദീസ് എടുത്ത് മയ്യിതുമായി ബന്ധപ്പെട്ട ഹദീസ് ഒന്ന് പഠിപ്പിച്ചു തരും. ഞങ്ങൾക്ക് ഏലസുമായി ബന്ധപ്പെട്ട ഹദീസ് ഒന്ന് പഠിപ്പിച്ചു ഞങ്ങൾ പഠിപ്പിച്ചാലും പറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കും കിതാബിലുള്ളത് ഇന്ന് നാട്ടിൽ ആരാ ചെയ്യണത് എന്നുള്ളത്. ഞാൻ ചില സാമ്പിളുകൾ മാത്രം പറയാം. ഈ റിഫായി ഷെയ്ഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ഉത്തറാത്തിബക്കാണ്. ഷെയ്ഖ് വരണമെങ്കിൽ കത്തിയെടുത്തിട്ട് ശരീരത്തിൽ കൂടെ അങ്ങനെ കുത്തിയിട്ട് അഹ്മദ് അൽ കബീർ അൽ റിഫായി എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്തിട്ട് വീശിട്ട് കളിക്കുക. ശരിയാക്കണത് പലരും ബാംഗ്ലൂരിലൊക്കെ ചെയ്യുന്നുണ്ട്. മുഹറം 10 കോലം പ്ലേറ്റ് കുടിച്ചിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിലെ നമ്മൾ മുസ്ലിങ്ങളായി നമുക്ക് എന്തിനാണിത്? സ്വന്തം ശരീരത്തിൽ കത്തിയെടുത്ത് കുത്തം പഠിപ്പിക്കുന്ന ഏത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? മാരകായുധങ്ങളുമായി അഭ്യാസം. അത് ആരെ പേരാണ് വിളിക്കുന്നത്? യാ അഹ്മദ് ശൈഖ് അൽ കബീർ അൽ റിഫായി. ഇത് വേണ്ടെന്ന് പറഞ്ഞാണ് ഇപ്പൊ പറഞ്ഞത്. മഹലിൽ നിന്ന് പുറത്താക്കും, ഖബറടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നമ്മൾ ചന്ദ്രൻകുളത്തെ കുറെ വിഷയങ്ങൾ ഉണ്ടായല്ലോ. ഖബറടക്കാൻ സമ്മതിക്കൂല, കണ്ടാ മിണ്ടൂല, ചിരിക്കൂല, സലാം പറയരുത്, ഓള് പറഞ്ഞാൽ കേൾക്കരുത്, ഓള് സംസാരത്തിന് കേൾക്കരുത് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ കേട്ടങ്ങളാണ് കുടുങ്ങിയില്ലേ? ഇതൊക്കെ പാടങ്ങൾ ഇത് കേട്ട എന്തെങ്കിലും അവസ്ഥ നാട്ടിൽ പിന്നെ നിങ്ങൾ വലിയ ചങ്കൂറ്റത്തോടെ ചില ധൈര്യസമയ ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് സമൂഹത്തിൽ കേൾക്കരുത് പോകരുതെന്ന് പഠിപ്പിക്കുന്നത്. എന്തിന്? റമദാൻ 17-ന്റെ പകൽ സമയത്ത് നമ്മുടെ പള്ളികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി. ഞാൻ സമയം കളയുന്നില്ല. നിങ്ങളൊന്ന് ആ പുസ്തകത്തിൽ നിങ്ങളെ വായിച്ചു നോക്കി. 313 വക മോടി നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ആ കിതാബിലുണ്ട് മൊഹീദ്ദീമാലെ പോലെ ബദർമാലില് ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം. നഫീസത്തുമാലുണ്ട് അതിൻ്റെ ഉള്ളില്. എന്തിന്? പാലക്കാട്ടെ മഞ്ഞക്കുളം മാലുണ്ട്. മഞ്ഞക്കുളം മാല ഇങ്ങനെ ഓരോ മാലകൾ ചൊല്ലിപ്പിക്കുക. ഇതങ്ങോട്ട് ചൊല്ലിയാല് നഫീസത്ത് മാലയൊക്കെ ചൊല്ലിയിട്ട് പ്രസവിക്കേണ്ട പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഇരുന്ന് നഫീസത്ത് മാല ചൊല്ലി ഒന്നുകിൽ പെണ്ണ് മരിക്കുന്നു അല്ലെങ്കിൽ കുട്ടി മരിക്കുന്നു. എത്ര പ്രസവങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയി. അള്ളാന്റെ കലാമെന്ന് ജനങ്ങളെ അകറ്റി പകരമായി കൊണ്ട് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഈ മുഹീദ്ദീൻ ശൈഖിനോടാണ് ബദരീങ്ങളോടുള്ള പ്രാർത്ഥന, റമദാനിൽ ബദരീങ്ങളോടാണ്, റിഫായി ശൈഖിനോടുള്ളത് റിഫായി ശൈഖിനോടാണ്. അവരൊക്കെ മരിച്ചവരല്ലേ? മരിച്ച ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചോദിച്ചു. അള്ളാന്റെ ഖുർആനാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട്? ആരുമില്ല. അള്ളാഹു ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഈ നിലയ്ക്ക് മരണപ്പെട്ട ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് മഹാന്മാരാണ്, അവർക്ക് സയ്യിദന്മാരാണ്, അവർക്ക് നേതാക്കന്മാരാണെന്ന് മാത്രമല്ല എന്തെല്ലാമാണ് നമ്മുടെ സമൂഹത്തിന് ഇടയിൽ കൊടുക്കുന്ന മെസ്സേജുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ മലയാളത്തിൽ വായിക്കുന്ന ചില പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് എൻ അലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് എഴുതി വെക്കുകയാണ്. ഒരു സമൂഹത്തോട് എന്താ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? മലയാളത്തിൽ മരണാനന്തരം മനുഷ്യന്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. അത് ശരി, മരിച്ച എല്ലാ കഴിവും നിന്നു എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. അത് തന്നെയാണ് മുജാഹിദുകളുടെ വാദം. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, നശിക്കല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൂടാണ്. പിള്ളേനേക്കാളും കളിക്കാൻ പറ്റും, പിള്ളേനേക്കാളും തിന്നാൻ വയ്ക്കും, പിള്ളേനേക്കാളും നല്ല കഴിവ് കൂടും. ഇതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. മൂപ്പര് സ്വന്തം വക ഉണ്ടാക്കിയ മാത്രമല്ല, മരണപ്പെട്ട മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾക്ക് മരണത്തിന് മുമ്പുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കഴിവ് വർദ്ധിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ആശയം. മൂപ്പരാശയം ഇസ്ലാമിലില്ല. അത് നമ്മൾ കെട്ടി
എഴുതിണ്ടാക്കി എല്ലാ കഴിവും വർദ്ധിക്കാണ്. അതുകൊണ്ട് മരിച്ചവരോടൊക്കെ നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചോടുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു. വേറെ ഒരാൾ എഴുതി വെച്ചതാണ്. അദ്ദേഹം ഒരു മുസ്തഫൽ സഖാഫി എന്ന ഇസുദ്ദീൻ കാമിൽ സഖാഫി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഹെഡിങ് മാത്രം വായിക്കാം: മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ കാണുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. എന്നാ പിന്നെ ആ സാധു നമ്മളെ കൊണ്ടുപോയി വെക്കേണ്ട വല്ല കാര്യം? ഇതൊക്കെ ചെയ്യിച്ചെങ്കിൽ നമ്മൾ അയാളെ വിളിക്കല ബുദ്ധിമാൻ, ഫാന്റാസ്റ്റിക് അല്ലേ? എല്ലാ ഇത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾ മരിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും? സംവാദം നടക്കും, സഞ്ചരിക്കും, ടൂർ പോകും, നിസ്കരിക്കും. പിന്നെ എന്താ വേണ്ടത്? ജീവനുള്ള കാലത്ത് ചെയ്യണതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ മരിച്ചോളി ചെയ്യുമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ കോമ് ഈ സാധുക്കളെ വിളിച്ച് ഇങ്ങനെ കടിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. വെറുതെ അല്ല. സാധാരണക്കാർ സാധുക്കൾ അവരൊന്നും പഠിക്കാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മളെന്നെ ഇങ്ങനെ വിഷയം പഠിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ വായിച്ചു നോക്കുന്നത്. സാധാരണക്കാർ പഠിക്കാൻ പോയി ഇരിക്കൂലല്ലോ. ഇനി വേറെ കൂടി കേട്ടോളി. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പറയുകയാണ്, മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിന്റെ തത്വം എന്ത്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. വീട്ടിലെല്ലാവർക്കും സ്വന്തം നെല്ലേ ചോറൊക്കെ വെച്ചോ ഇതൊക്കെ ചോദിക്കാൻ മരണപ്പെട്ടവർക്ക് കഴിയുമെന്നാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പഠിപ്പിക്കുന്നത്. ഇത് കേട്ടിട്ട് ഈ സാധുക്കൾ എല്ലാവരും കൂടി പോയിട്ട് അവിടെ പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടാൽ എങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ നമുക്ക് വിമർശിക്കാൻ പറ്റുക? ഇസ്ലാമിക ചരിത്രം വായിച്ച വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉസൈർ അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഒരിക്കൽ ഉസൈർ നബിനെ അല്ലാഹു തആല മരിപ്പിക്കുകയാണ്. ഉസൈർ നബി നബിയാണോ പ്രവാചകനാണോ അല്ലേ എന്നുള്ള തർക്കമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഉസൈർ അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ സാധിക്കും, നിങ്ങൾ എത്ര കൊല്ലമാണ് ഇങ്ങനെ മരണപ്പെട്ട സംഭവം ഉണ്ടായത്? അവിടുന്ന് പറയാണ്, 100 കൊല്ലം മരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാല ചോദിച്ചു, കം ലബിസ്ത, നിങ്ങൾ എത്ര കൊല്ലമാണ് താമസിച്ചത് ഇങ്ങനെ? കാല അദ്ദേഹം പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒന്നും അറിയില്ല, ഞാൻ ഒരു ദിവസമോ കുറച്ച് ദിവസമേ ഞാൻ ആകെ ഇങ്ങനെ കിടന്നിട്ടുള്ളൂ കേട്ടോ. സംഭവം 100 കൊല്ലം കഴിഞ്ഞു. അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നത്, നിങ്ങൾ എത്ര കൊല്ലമാണ് ഗുഹയിൽ ഉറങ്ങിയത്? ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, മരിച്ചിട്ടില്ല, ഉറക്കിയിട്ടുള്ളൂ 309 കൊല്ലം. അവര് പറയാ ഒരു ദിവസമോ കുറച്ച് ദിവസമോ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, 309 കൊല്ലം ഉറങ്ങിയത് പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ആളുകളോടാ പറയുന്നത്, എല്ലാം അറിയും, എല്ലാം കേൾക്കും, എല്ലാം കാണും. എന്നിട്ട് ജനങ്ങളെ മുഴുവൻ ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ ദുരന്തമാണ് ഖുർആൻ പറയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇത്തരത്തിൽ അല്ലാഹുവിൽ പങ്കുചേർത്ത് മരണപ്പെട്ടവരും മഹാന്മാരും സ്വാലിഹീങ്ങളൊക്കെ കേൾക്കും, ഉത്തരം ചെയ്യും, അവരൊക്കെ സഹായിക്കും, രോഗം മാറ്റിത്തരും, വിഷമം നീക്കിത്തരും എന്നൊക്കെ വിശ്വസിക്കുന്ന ശിർക്ക് നീ ചെയ്താൽ അല്ലാഹുവിൽ വലിയ ആക്രമമാണ് നീ ചെയ്തിരിക്കുന്നത്. അത് ചെയ്താൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാകും. സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല, പാപങ്ങൾ പുറത്തു കിട്ടൂല, അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മനുഷ്യരെ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങി വരിക. എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചു തരുന്ന ഏറ്റവും ശരിയായതിലേക്ക് മനുഷ്യൻ നടത്തുന്ന ഖുർആൻ നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേത്, സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ എന്താ ഉണ്ടാവുക? എന്താണ് ഒരാൾ സുന്നത്ത് കൊണ്ട് അർത്ഥമാക്കേണ്ടത്? എന്താണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാ ജാഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി, നബി തങ്ങളുടെ വാക്കായി വന്നതൊക്കെ സുന്നത്താണ്. വഅഫ്ആലിഹി, നബിയുടെ പ്രവർത്തനങ്ങൾ സുന്നത്താണ്. വതഖരീരിഹി, നബി തങ്ങൾ അംഗീകരിച്ചതൊക്കെ സുന്നത്താണ്. വമഹമ്മ ബിഫഇലിഹി, ചെയ്യണമെന്ന് വിചാരിച്ച പ്രവർത്തനങ്ങളുണ്ടോ അതും സുന്നത്തിൽപ്പെട്ടതാണ്. ഫത്ഹുൽ ബാരിയിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഹുനിയയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അസ്സുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ചര്യയായി പഠിപ്പിച്ചതായിരിക്കും സുന്നത്ത് എന്ന് പറഞ്ഞ. എന്നാൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിക്ർ ഉണ്ടാക്കുക,
ഒരു സ്വലാത്ത് പുതിയതുണ്ടാക്കുക, ഒരു പ്രാർത്ഥന പുതിയതുണ്ടാക്കുക, ഒരു നോമ്പ് ഉണ്ടാക്കുക, ഒരു നിസ്കാരം പുതിയത് തുടങ്ങുക. അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ ചെയ്യാത്ത ദീനിന്റെ പേര് പറഞ്ഞ് വല്ലതും ചെയ്താൽ അത് ദീനിൽ പെടൂല. വൽ ബിദ്അതു, അതിന് ബിദ്അത്ത് എന്നാണ് പറയുക. അൽ ഹദസു ബിദ്ദീനി ബഅദൽ ഇക്മാലി, ദീൻ പൂർത്തിയായ ശേഷം ദീനിന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കുന്നതൊക്കെ പുതിയതാണ്, അത് ദീനിൽ പെടൂല. അത് വല്ലതും നാട്ടിൽ കണ്ടാൽ നബി പഠിപ്പിച്ചില്ല, നബി സമ്മതം കൊടുത്തിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നബി അംഗീകരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ മൻ അഹദത ഫീ അംരിനാ ഹാദാ, നമ്മുടെ കൽപ്പനയില്ലാതെ പുതിയതായി ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ വല്ലതും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അത് തള്ളണം. നമ്മുടെ പള്ളിയിൽ ഒരാൾ വന്നിട്ട് പറയും നമുക്ക് നാളെ മുതൽ 3 റക്അത്ത് സുബഹിയാക്കണം. അപ്പൊ അയാൾ പറഞ്ഞു എന്താ നല്ല കാര്യമല്ലേ, 2 സുന്നത്ത് സുജൂദ് കിട്ടുമല്ലോ, ഒരു ഫാത്തിഹ എക്സ്ട്രാ ഓതാൻ പറ്റുമല്ലോ, 2 റക്അത്ത് കിട്ടുമല്ലോ, നല്ല ചാൻസ് അല്ലേ, നമുക്ക് 3 റക്അത്ത് ആക്കാം. നമ്മൾ സമ്മതിക്കൂല. എന്താ നമ്മൾ സമ്മതിക്കാത്തത്? നബി തങ്ങൾ 2 പഠിപ്പിച്ചത്. നബി 2 പഠിപ്പിച്ചത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ലക്ഷണം ചെയ്യും. ഏതായിരുന്നാലും 4 റക്അത്ത് ളുഹർ നിസ്കരിക്കും. ഉച്ചയ്ക്ക് ഏതായിരുന്നാലും ചോറേക്കാൻ കഴിഞ്ഞ ഒരുപാട് സമയമുണ്ട്, 2 മണിക്കൂർ കേൾക്കുന്നുണ്ട്. നമുക്ക് ളുഹർ 6 റക്അത്ത് ആക്കാൻ പറ്റുമോ? 2 റക്അത്ത് എക്സ്ട്രാ കൂട്ടാൻ പറ്റൂല. ഒരാൾ തുമ്മിയപ്പോ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ഹംദ് പിന്നെ സ്വലാത്ത് കിട്ടി കൊടുത്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബി ഇങ്ങനെ പറഞ്ഞു? ഇല്ല, ഞാനത് ചെയ്തതാണ്. അപ്പൊ പറഞ്ഞു നബി പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹ്. സ്വലാത്ത് മോശമായതുകൊണ്ടല്ല, അത് അവിടെ പറഞ്ഞു. യാസീൻ മോശമായതുകൊണ്ടല്ല, അത് എവിടെ ഓതണം, എപ്പോ ഓതണം, അതൊക്കെ ഹദീസിൽ സുന്നത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാത്തടത്ത് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ച് നമ്മൾ നടപ്പിലാക്കുക. ഓരോ സ്ഥലത്ത് ഒരു സുന്നത്തങ്ങൾ നഷ്ടപ്പെടുമ്പോ അവിടെ വരുന്നത് വേറെ എന്താണെന്നറിയോ? നേരത്തെ ലത്തീഫ്സിൽ പഠിപ്പിച്ചില്ലേ, നമസ്കാര ശേഷം ഒരു വ്യക്തി സത്യത്തിൽ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ആ ദിക്റുകൾ ചൊല്ലണം, ആയതിനെ കുറിച്ച് ഓതാനുണ്ട്. അതുപോലെ തന്നെ 100 തികക്കുന്ന ദിക്റുകൾ പഠിപ്പിക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക തുടങ്ങുന്നുണ്ട്, നാസ് ഓതാനുണ്ട്, ഫലക് ഓതാനുണ്ട്, ഇഖ്ലാസ് ഓതാനുണ്ട്. പിന്നെ നമസ്കാര ശേഷം 2-3 പ്രാർത്ഥന വേറെയുണ്ട്. ഇതൊന്നും പ്രാർത്ഥനയല്ല. പിന്നെ എപ്പോഴാ പ്രാർത്ഥന? അൽഹംദുലില്ലാഹ് മസീദുണ്ട്. മൂപ്പര് കുറച്ച് എന്തൊക്കെ അങ്ങനെ പറയും, മൂപ്പര് ഇങ്ങനെ ആമീൻ പറയും. മൂപ്പർക്ക് ഒരുപാട് കച്ചവടത്തിൽ പ്രശ്നങ്ങളും ഇതൊന്നും മൂപ്പര് പറയുന്നില്ല. മൂപ്പര് ആമീൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതിന് പറയാണ് ഇത് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ പറയും ഓർക്കൊന്നും ദുആ. അവൻ അവിടെ ഒഴിഞ്ഞിരുന്നിട്ട് ഈ പ്രാർത്ഥനയും ആയത്തുകുറിച്ച് പലർക്കും നാസൊക്കെ ഓതി കുറെ പ്രാർത്ഥനയുടെ പോയിട്ടുള്ളത്. പക്ഷെ അടിച്ചുണ്ടാക്കിയില്ല. നമ്മളിവിടെ സ്വലാത്ത് എത്ര തവണ സ്വലാത്തില്ലേ, പക്ഷെ നമ്മൾ സ്വലാത്തിന് പെട്ടിവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് സ്വലാത്തില്ല. പിന്നെ അടുക്കടുത്ത് വലിയ ഒച്ചത്തിൽ ആകെ കൂടി വാളുണ്ടാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് സ്വലാത്തില്ല. ഒരു ദിക്റില്ല, എന്താ ദിക്റില്ലാത്ത ഒരു ഹാ ഹീ ഹൂ ദിക്ർ ചെല്ലുന്നില്ല. ഒരു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി, പക്ഷെ ഹാ ഹീ ഹൂ ദിക്റില്ല. ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ നാക ഇല്ലല്ലാഹ്, ലാ മൂക ഇല്ലല്ലാഹ്, ഈ ദിക്റൊന്നും ചെല്ലുന്നില്ല. അത് ഇസ്ലാമിൽ ഇല്ലേ? അത് നമുക്ക് ചെല്ലാൻ പറ്റൂല. ഇങ്ങനെ എന്ത് കാര്യം എടുത്തു നോക്കിയാലും ബിദ്അത്ത് എന്ന് പറയുമ്പോൾ മതത്തിൽ ഉണ്ടാക്കുന്ന മതപരമായ കാര്യങ്ങളെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അല്ല നിങ്ങൾ വാഴൊക്കെ പറയുമ്പോൾ മൈക്കിലൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ സുന്നത്ത്. ഇത് സുന്നത്തല്ല. ഇത് വലിയ പ്രതിഫലം കിട്ടുന്ന 27 കോടിയിട്ട കാര്യം നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചാൻസ് ഉപയോഗിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ എന്റെ വകയായിട്ട് ഈ സദസ്സിൽ വന്നിട്ട് ഇതിന്റെ സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് ഇതിന്റെ ഒരു കൊടിമരണ്ട്. ഈ കൊടിമരത്തുമ്മ തൊട്ടാൽ ഇവിടെ പൈസ ഇട്ടാൽ ഞാൻ പറയുന്ന സ്വലാത്തുകൾ ചൊല്ലിയാ നമുക്ക് ഇത്ര കുട്ടികളെ കിട്ടും, ഇവിടെ തെറ്റിയമായ കുട്ടികളെ കല്യാണം കഴിക്കാൻ സഹായിക്കുന്നു. ഞാൻ സ്വലാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കച്ചവടം കൊണ്ട് വന്നാലോ അപ്പം നിങ്ങൾക്ക് കൊല്ലി കുടിക്കണം. എന്റെ കാരണം സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി പുതിയ ഒരു സ്വലാത്ത് ഉണ്ടാക്കാൻ നമുക്ക് വകുപ്പില്ല. നാട്ടിലോ എന്തൊക്കെ സ്വലാത്തുകൾ പുതിയത് വന്നു. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വലാത്ത് ഇപ്പോഴുണ്ടല്ലോ, ഓൺലൈനിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ആ സദസ്സിൽ തേന് വിതരണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ പറയാണ്, ഇവിടെ ഏതെങ്കിലും അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ. ഏത് സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾ ഗുരുവായൂരപ്പനെ മജ്‌ലിസിൽ ധ്യാനിച്ചിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇത് ഈ ശക്തമായ തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ
ഇതിനെ എതിർത്തവരാണ് നമ്മൾ. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രകൃതം നിങ്ങൾ വായിച്ചു, ചരിത്രത്തിൽ വായിച്ചു. മടവൂർ അങ്ങാടിയിൽ പോയിട്ട് മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ പടച്ചോനല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. മടവൂർ അങ്ങാടിയിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ കൊളത്തൂരില് മരിച്ച മനുഷ്യന്റെ മറവ് ചെയ്യാത്ത ഡെഡ് ബോഡി സൂക്ഷിച്ച അങ്ങാടിയിൽ ചെന്നിട്ട് മരിച്ച മയ്യത്ത് ഈ നാട്ടിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഉയർത്തെഴുന്നേൽക്കൂല എന്ന് പറഞ്ഞ് സംസാരിച്ചവരാണ് നമ്മൾ. ഹക്ക് പറയാൻ ഒരാളെയും പേടിക്കാതെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഹയാത്താക്കുക, നബി പഠിപ്പിച്ച ഏതേത് നന്മകളും പാലിക്കുക. മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് നബി പഠിപ്പിച്ചു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രമാക്കിയ യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ഈ ഹദീസ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് പള്ളിയിൽ പഠിപ്പിക്കുന്ന ദർസിന്റെ കിതാബുകളിൽ ഉണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. തുറന്നു വെച്ചൊന്ന് വായിക്കാൻ പറയും. അമ്പിയാക്കന്മാരുടെ ഖബർ മസാജിദുകളാക്കിയ യഹൂദി നസറാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തത്തഖിദൂ ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കരുത്. എന്റെ ഖബറുകളെ ആഘോഷത്തിന്റെ ഈദിന്റെ കേന്ദ്രമാക്കരുത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന, എന്റെ ഖബറിനെ അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. ഇത് ഹദീസാണ്, ഇത് സുന്നത്താണ്. ആ കൽപ്പനയാണ്. ഇന്ന് 1400 കൊല്ലമായിട്ടും ആ ഖബർ ആർക്കും ആരാധിക്കാൻ വിട്ടുകൊടുത്തിട്ടില്ലല്ലോ. അവിടെ ഉറൂസ് നടക്കണില്ലല്ലോ. ഉറൂസ് നടത്തണേ, നമ്മൾ അവിടെ നടത്തണ്ടേ? നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഉറൂസ് നടക്കുന്നത് നബി പറഞ്ഞിട്ടുണ്ട്. ഖബർ ആരാധനയുടെ ഉത്സവത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്. ഒറിജിനൽ ശുഹദാക്കന്മാരാണ് ഉഹുദ് ശുഹദാക്കന്മാർ. ഉഹുദിൽ ഈ നാൾ വരെ ഒരു ദിവസം ഒരു ആണ്ടും നടന്നിട്ടില്ല, ഒരു നാളും നടന്നിട്ടില്ല, ഒരു 17 നടന്നിട്ടില്ല. എന്താ ഇല്ലാത്തത്? ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ബദർ ശുഹദാക്കന്മാരുടെ ഖബർ ഞാൻ സന്ദർശിച്ച ഒരാളാ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ചാണപ്പുറം പൊക്കി ഒരു കുമ്മായിട്ട് പൊന്തിച്ച് ഒരു 4 പെട്ടി കൊണ്ടുവച്ച എത്ര പൈസ ഉണ്ടാക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ ആര് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊന്നും വേണമെന്നില്ല. ഖബർ കിട്ടിയാൽ മതി. പിന്നെ കെട്ടി പൊന്തിച്ച് ഉയർത്തി പോരിശ പറയാണ്. ചിറ്റിടമേത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ 35 കൊല്ലം മുമ്പ് മരിച്ചു. ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം പുസ്തകം എഴുതി, CM സ്മരണിക എന്ന പുസ്തകം വായിച്ചു നിങ്ങൾ. അതിൽ പറയാണ്, ചിറ്റിടമേത്തിൽ അബൂബക്കർ എന്ന ഈ മനുഷ്യൻ വലിയാണ് അല്ലാഹുവിന്റെ. കാരണം അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു. നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ വലിയ പുസ്തകം എഴുതിച്ചിട്ട്. 2 സിഗരറ്റ് തുരുതുരാവ് വലിക്കാറുണ്ട്. സാധാരണക്കാരൻ പോലും പറ്റാത്ത കാര്യത്തിന് വലിയ ഹറാമായ ലഹരി സുഖിക്കുക, രസിക്കുക, പുകക്കുക, ഹറാമായ സംഭവം. തുരുതുരാ സിഗരറ്റ് വലിക്കാറ്. സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. പുരുഷന്മാർക്ക് ഹറാമാക്കിയ സാധനം അത് മൂപ്പരുണ്ടായിരുന്നു. നോമ്പെടുക്കാറില്ലായിരുന്നു. നോമ്പ് നോറ്റ് വരുന്നവർക്ക് അദ്ദേഹം ഭക്ഷണം കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. നോമ്പ് മോർപ്പിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ പുസ്തകത്തിലുള്ള CM സ്മരണിക. ആ മഖാമ് കെട്ടി ഉയർത്തി പൈസയുണ്ടാക്കി അവിടെ ഉറൂസ് നടത്തുന്ന പണി ചെയ്യുന്നത് സുന്നത്താണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എന്തിന്? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ഞാനൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ കണ്ടതാണ്. ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന, പക്ഷേ ഈ നാട്ടിലിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പോയിക്കോ. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ വലിയൊരു ക്ഷേത്രമുണ്ട്. അതിന്റെ ഇപ്പുറത്തൊരു മഖാമുണ്ട്. മഖാമിന്റെ പേര് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഉപ്പൂപ്പാന്റെ യഥാർത്ഥ പേര് ഓച്ചിറ ദാമോദരൻ എന്നാണ്. മാതൃഭൂമി പത്രത്തിലെ ന്യൂസ് കട്ടിംഗ് ഉണ്ട്. ആ മനുഷ്യൻ മരിച്ച് ഒരു ആഴ്ച കഴിഞ്ഞപ്പോ ഖബറിന്ന് ജാറത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ടീം ചെന്നിട്ട് അവിടെ ഏറ്റെടുത്തു. നിങ്ങൾ വിചാരിച്ചു നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് മാനസിക രോഗം ബാധിച്ച ആ മനുഷ്യന്റെ ഖബർ ഏറ്റെടുത്ത് പൊന്തിച്ച് പൈസയൊക്കെ വെച്ച് പിരിവൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞതിനാണ് ഇവർ പറയുന്നത് ഖബർ സിയാറത്ത് ചെയ്യാൻ. എന്തിനാ ഖബർ സിയാറത്ത്? ഖബർ സിയാറത്ത് പഠിപ്പിച്ച സുന്നത്ത് എന്തിനാ? ഹദീസിൽ എന്താ പറഞ്ഞത്? സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണം ഓർക്കാനാണ്. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർക്കാനാണ്.
നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനുകളിലേക്ക് ഈ നടക്കുന്ന ഉറൂസിന് പോയിട്ട് പരലോകം ഓർക്കാനാണോ? പരലോകം ഓർക്കാനാണെങ്കിൽ എന്തിനാ ആന, എന്തിനാ പീപ്പിളി, എന്തിനാ കൊയലോത്ത്, എന്തിനാ ഫാസിലാബാനുന്റെ ഗാനമേള? കരിമരുന്നടിക്കല്ലേ? ചാവക്കട് മണത്തിലേക്ക് ആന കുത്തി കയറ്റിട്ട് എത്ര എണ്ണാണ് മരിച്ചു പോണത്? ഖബറിന് എന്തിനാണ് ആന? നമ്മൾ പറയും എന്തിനാണ് ഖബറിന് ആന എന്ന ആവശ്യം? ഉത്സവമായിട്ട് ഖബർ ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി. ഖബർ കണ്ടപ്പോ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസംഗിക്കാൻ ചെന്നപ്പോ വിഷമം തോന്നുകയാണ്. കാഞ്ഞങ്ങാട് ചെന്നപ്പോ ഒരു 3 ദിവസത്തെ ഉറൂസ്, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകന്മാർ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ആ ഉറൂസ് നടത്തുന്ന മഖാമിനെ പറ്റി ഞാൻ അവിടുത്തെ ആൾക്കാർ വിളിച്ചു, ഏതാണ് ഈ മഖാം ജാറം? അവർ പറയാ, ഈ ജാറത്തിനകത്ത് ഒരു മനുഷ്യനുണ്ടെന്ന് പറയാൻ പറ്റൂല. 2 പാർട്സ് കിട്ടിയിട്ടുള്ളൂ, 2 അവയവം. ഒന്ന് കാൽമുട്ടാണ്, ഒന്ന് തലയാണ്. ഇത് രണ്ടും കിട്ടിയപ്പോ ആ ആൾക്കാർ ഖബറടക്കിയിട്ട് പേരിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഔലിയാക്കന്മാർ സ്വാലിഹൊന്നും വേണമെന്നില്ല, 2 കഷ്ണം കിട്ടിയാൽ മതി. കാരണം എന്തറിയോ? നമ്മുടെ നാട്ടിലെ പല പള്ളികളും ജീവിച്ചു പോണത് ഇതിന്റെ വരുമാനം കൊണ്ടാണ്. ഇതിന്റെ പള്ളി നടത്തുന്നത് ജാറത്തിന്റെ വരുമാനം കൊണ്ട് തന്നെയാണോന്നില്ല. ഇനി നിങ്ങൾ എത്തിമുട്ടകൾ കെട്ടിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ മദ്രസ ഉണ്ടാക്കുന്നുണ്ട്, എന്താ കാര്യം? ആ വരുമാനം എവിടുന്നത്? ഇതിനെ നമ്മൾ ശക്തമായി എതിർക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഭക്ഷ്യകരണങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ചിരിക്കുന്നോട് ചിരി മാറ്റും, കല്യാണത്തിന് വിളിക്കും, കല്യാണത്തിന് വിളിക്കാതിരിക്കും, പള്ളി നടക്കുന്ന മീറ്റിങ്ങൾക്ക് വിളിക്കാതെ ഒക്കെ വരും. ആ പ്രയാസങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ബാധിച്ചാലും ക്ഷമിക്കാം. ഒക്കെ ദുനിയാവിന്റെ വിജയത്തിനല്ല, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊടുക്കാനുള്ള വലിയ റിസൾട്ടാണ്. നാളെ ഭാവിയിൽ വലിയ വലിയ നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത പലതും റബ്ബ് നമുക്ക് തുറന്നു തരും. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു പോംവഴി ഉണ്ടാക്കി തരും. അല്ലേ? ഇങ്ങനെ സുന്നത്തുകളിൽ നിന്ന് ജനങ്ങൾ മാറി നാട്ടുമാമൂലുകൾ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കൊണ്ട് നടക്കുക. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ ജനാസയെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നമസ്കരിക്കണം. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ മനസ്സിന്റെ പ്രാർത്ഥനകളോടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പരലോകം ഓർത്തുകൊണ്ട്, സ്വന്തം മരണത്തിനെ ഓർത്തുകൊണ്ട് നിശബ്ദരായി പള്ളിയിലേക്ക് അല്ലെങ്കിൽ നമസ്കാര സ്ഥലത്തേക്ക് നീങ്ങാനാണ് 10 കിതാബ് പഠിപ്പിക്കുന്നത്. പള്ളി ദർസുകളിലെ കിതാബ് പഠിപ്പിക്കുന്നത് പല കിതാബുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നബവി തങ്ങൾ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, സംശയങ്ങളൊക്കെ തുറന്ന് വായിച്ചത്. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ജനാസയെ ഖബറടക്കുന്നു, തസ്ബീഹ് ചൊല്ലി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ ഖബറടക്കുന്നു. പക്ഷെ നമ്മൾ ഖബറിൽ ഇരുന്നിട്ട് ഇതാ ജാക്കൽ മലക്കാണ്, നിന്റെ അടുത്ത് 2 മലക്കുകൾ വരും, അപ്പൊ നീ റബ്ബ് ആരാണ് അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. എപ്പോ മരിച്ചിട്ട് ഇന്നൊരു ഉപകാരം ഈ മനുഷ്യനെ കൊണ്ട് ഇല്ലാന്ന് അറിഞ്ഞപ്പോ ഖബറിനെ ചെന്നിട്ട് ഭയങ്കര ഉപദേശം. പരലോകം വരാണ്ട് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആരാണ്? വിവരമുള്ള ഉസ്താദുമാർ വന്നിട്ട് ഖബറിൽ നിന്ന് മയ്യിത്തിന് ഉപദേശം കൊടുക്കുകയാണ്. എന്റെ ആൾക്കാർ പോരും, മലക്കുകൾ വരും. അപ്പൊ ഈ അല്ലാഹു റബ്ബിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ എന്നല്ലേ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ പറയാൻ വേണ്ടി സാധനമല്ല. ദുനിയാവിൽ അത് ജീവിക്കണം. അതിന് പള്ളിയിൽ നിന്ന് ഖുതുബയിൽ ജനങ്ങൾക്ക് തിരിയണത് കൊടുക്കണം. കിട്ടുന്ന ചാൻസുകൾ അല്ലാതെ ദീനെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഈ ഏലസും ഉറുക്കും അതുപോലെ മന്ത്രങ്ങളും മഖാം സിയാറത്തുകളും ടൂറുകളും ഒക്കെയായി ജനങ്ങളുടെ ഈമാനും പണവും കൊള്ളയടിക്കുന്നതിന് പകരം അങ്ങോട്ടേക്ക് നമുക്ക് തരുന്ന ശമ്പളത്തിനോടുള്ള ബാധ്യത അങ്ങോട്ടേക്ക് ദീനൈ സാധുക്കൾക്ക് കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞു, സാധാരണക്കാരോട് പറഞ്ഞു, ഇന്ന ഗദീറൻ മിനൽ അഹ്ബാരി, ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട്, ലേകുലോന അമ്മാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, പഠിക്കണം. ഇതൊക്കെ ദീനിലുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ചോദിക്കണം. ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലാഹുവല്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചെയ്താൽ മതി, മാന്യമായി സംസാരിച്ചാൽ മതി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പാനോട് യാ മുശ്രിക്കേ യാ കാഫിറേ ഒന്നും നബി സംസാരിച്ചില്ല, ഇബ്രാഹിം നബി സംസാരിച്ചില്ല. ഇബ്രാഹിം നബി എന്താ പറഞ്ഞു? യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പ. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകനോട് എങ്ങനെ വിളിച്ചത്? യാ ബുനയ്യ, പൊന്നുമോനെ, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഇത് പറയാനാണ് ഈ വസിയത്ത് പറയുന്ന ഉപദേശങ്ങൾ. ഇങ്ങനെ 100 കണക്കിന് ഹദീസുകൾ വായിച്ചാൽ ഒരു ജനാസ എടുത്ത് ഖബറിലേക്ക് ഇറക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ
കല്യാണ വീട് പോലെ മരണ വീടുകൾ. ഒരു ദിവസം ഈ അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് മരിച്ച അന്ന് രാത്രി നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും കൊടുക്കണം. മരിച്ച വീട്ടില് ബന്ധുക്കൾ എല്ലാവരും കൂടി നാട്ടുകാർക്ക് അങ്ങോട്ട് ഫുഡ് കൊടുക്കുകയാണ്. അവിടെ വിധവയായ പെണ്ണിരുന്ന് എത്തിയിരിക്കുന്നുണ്ട്. 3 കുട്ടികൾ എത്തിയുമായിട്ട് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവിടെ തിന്ന് നടക്കുകയാണ് നാട്ടുകാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മരണം സംഭവിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ചെന്നു. നമുക്ക് സമാധാനത്തിന്റെ ക്ഷമയുടെ വാക്ക് പറഞ്ഞു കൊടുത്തു. അയൽവാസികളെ വിളിച്ചു. എന്താ പറഞ്ഞേ? നമുക്കിവിടെ ചോറുണ്ടാക്കണം, ഇവിടെ 3 പോത്തിനാക്കണം, 7 പന്തലുണ്ടാക്കണം. മക്കൾ കല്യാണത്തിന് വിളിക്കണ പോലെ കത്തെഴുതി നടക്കണം. ഓരോരുത്തരും ഫോൺ വിളിച്ചു വരുത്താണ്. ഇവിടെ ചോറുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വരും. നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവർ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ഭക്ഷണത്തിനോട് താല്പര്യമില്ലാതിരിക്കുകയാണ്. നിങ്ങൾ അവരെ സഹായിക്കണം, ആശ്വസിപ്പിക്കണം. ഇവിടെ നമ്മളൊക്കെ പോയിട്ട് അവിടെ പോയി തിന്ന് പോരുക. 3 തീറ്റ, 7 തീറ്റ, കുറച്ച് പൈസ കുറച്ച് അധികം ഉണ്ടെങ്കിൽ 14 തീറ്റ, പിന്നെ പൈസ തീർന്നിട്ടില്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിലും 40 തീറ്റ, പിന്നെ എല്ലാ കുടുംബക്കാരും കൂടി ഒരു ഹതമാക്കിയിട്ട് ആണ്ടിന്റെ ഒരു തീറ്റ. ഇത് നമുക്ക് തിന്നാൻ കിട്ടാണ്ട് കൂതിരണ്ടല്ല, ഇത് നല്ല തീറ്റല്ല. നമുക്ക് ഈ ഹക്കും ബാത്തിലും ഹലാലും പറയുന്ന സാധനമുണ്ട്. എല്ലാ കാണും തിന്നാൻ പറ്റും. നമുക്ക് എല്ലാതും അങ്ങനെ പോയി വാരിക്കോരിട്ട് കേൾക്കാൻ പറ്റില്ല. പഠിച്ചാൽ മതി എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്നത് പറ്റാത്തതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ മരണം നഷ്ടത്തിലുണ്ടോ? ഒരു മരണം വീട്ടിൽ നടന്ന മക്കളെ കന്താളിക്കാൻ തരും. വാപ്പ മരിച്ചല്ലോ എന്നുള്ള വിഷമമില്ല. 3 നടത്തണ്ടേ, 40 നടത്തണ്ടേ, വലിയ പോത്ത് വേണ്ടേ, നാട്ടുകാരെന്താ വിചാരിക്കുക, വാപ്പാനോട് ഒരു സ്നേഹമില്ലാന്ന് വിചാരിക്കും. ഇങ്ങനെ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാമൂലോട് നടക്കുക. ഇത് നമ്മൾ എന്താ ചെയ്യുന്ന പരിഹാരം എന്താണ്? പണി ഉസ്താദിനോട് ശരിക്കും ചോദിക്കും. സാർ ശരിക്കും ഫിഖിന്റെ കിതാബിൽ ഇമാം ഷാഫി തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ഹനഫി തങ്ങളൊക്കെ എന്താണ് ഈ വിഷയത്തിലൊക്കെ പറഞ്ഞ മസാലകൾ എന്തൊക്കെ, അതൊന്ന് ശരിക്കും പഠിപ്പിച്ചു. ഒന്ന് ചോദിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കാം. എന്ത് വിഷയമാകട്ടെ, ഒരു ദിവസം ഒരു പ്രഭാഷണം കൊണ്ട് എല്ലാ ഭാഗങ്ങളും എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ ദുനിയാവെന്ന് ശരിപ്പെടുത്തി തിരിച്ചു പോയില്ലെങ്കിൽ നാളെ പരലോകത്തേക്ക്, ആരുടെ മണ്ണിലേക്ക്, നമ്മൾ ബർസഖിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ കഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുന്ന ഓർമ്മയുണ്ടാകും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടേക്ക് ആ ജനാസയെ കാണാൻ വരും, പ്രാർത്ഥിക്കാൻ വരും, നിസ്കരിക്കാൻ വരും. 3 കാര്യങ്ങൾ ഒരു ജനാസന്റെ പിന്നാലെ പോകും. അഹ്ലുഹു അവന്റെ കുടുംബക്കാര് പോകും, മാലുഹു മക്കളും ശിഷ്യന്മാരും ഒക്കെ സുഹൃത്തുക്കളൊക്കെ പോകും, അമലുഹു അവന്റെ പ്രവർത്തനങ്ങളും പോകും. ഫയബ്ഖാ വാഹിദുൻ ഫയർജിഉ ഇസ്നാനി 2 മടങ്ങിപ്പോരും, 1 ബാക്കിയാകും. കുടുംബക്കാര് പോരും, മഹല്ലേര് പോരും, ശിഷ്യന്മാര് പോരും, രാഷ്ട്രീയക്കാര് പോരും. 3 പിടി മണ്ണ് വാരിയിട്ട് കണ്ണീരോടെ പ്രിയപ്പെട്ട മക്കൾ വരെ തിരിച്ചു പോരും. അമല് മാത്രം ബാക്കിയാകും. അതില് വേണം ഖുർആനും സുന്നത്തും അടങ്ങുന്ന അല്ലാഹ് സ്വീകരിക്കുന്ന കർമ്മങ്ങൾ വേണം. അല്ലാഹ് സ്വീകരിക്കണോ? 1 ഇഖ്ലാസ് ഉണ്ടാവണം, നിഷ്കളങ്കമായ റബ്ബിന്റെ കൂലിണ്ടാവണം. 2 ഇത്തിബാഉ റസൂൽ, നബി തങ്ങളെ പിൻപറ്റി ചെയ്തതാവണം, നബിയുടെ മാതൃകയുണ്ടായിരിക്കണം. 3 ലിഖബൂലി ദുആ, ചെയ്തത് സ്വീകരിക്കാൻ, അല്ലാഹുവോട് കബൂലാക്കാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണോ നമ്മൾ ചെയ്ത അമലൊക്കെ? ആ ഖബറിനകത്തുള്ള അദാബുകൾ ശക്തമാണ്. നബി തങ്ങൾ സലാം വീട്ടുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നതിൽ മഹ്യായി വൽ മമാതി വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. എന്തിനാണ് പ്രാർത്ഥിച്ചത്? ഖബറിൽ അദാബുണ്ട്, അത് രക്ഷപ്പെടുത്തണേ എന്നാണ് പഠിപ്പിച്ചതിന്റെ അർത്ഥം. അവിടെ നിന്ന് കഴിയില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു ആ സൂറത്ത് ആർക്കാണ് ഓതിക്കൊടുക്കേണ്ടത്? മരിച്ചാലാണ് ഓതിക്കൊടുക്കേണ്ടത്.
കബറടക്കുമ്പോഴാണ് ഓതി കൊടുക്കേണ്ടത്. ഖുർആൻ തന്നെ പറയാണ്, യാസീൻ സൂറത്ത് പറയാണ്, ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. സൂറത്ത് യാസീന പറയുന്നത്. മരിച്ചാലല്ല ഉപദേശം കൊടുക്കേണ്ടത്, മരിച്ചാലല്ല ഓതി കൊടുക്കേണ്ടത്. രോഗിയാകുമ്പോ സന്ദർശിക്കണം, അയാൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം, തൗബ ചെയ്യാൻ പറയണം, നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറയണം, അദ്ദേഹത്തിന്റെ ബാധ്യതകൾ എഴുതി മേടിക്കണം, അദ്ദേഹത്തിന് നോമ്പുണ്ടോ സക്കാത്ത് കടമുണ്ടോ എന്ന് അന്വേഷിക്കണം. ബോധം പോകുന്നതിന് മുമ്പ് മക്കൾ ആ മനുഷ്യന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, മരിച്ചു മണ്ണോട് ചേർന്നാൽ അമൽ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ആ അമൽ പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണം, നമ്മൾ നോമ്പ് സ്വീകരിക്കണം. കോടികൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഉമ്മയും വാപ്പയും കൂടി ഹജ്ജിന് പോകുക, 8 ലക്ഷം 16 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് പോയത് സ്വീകരിക്കണം. അള്ളാന്റെ അനുസരണം വേണം, അള്ളാഹിനോടുള്ള അനുസരണം വേണം, റസൂലിനോടുള്ള കൃത്യമായ അനുസരണം വേണം, യഥാർത്ഥ സ്നേഹം ഉണ്ടാവണം. യഥാർത്ഥ സ്നേഹം ആ നബിന്റെ കർമ്മങ്ങൾ അങ്ങനെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ നിര്യാണിക്ക് താഴെ വസ്ത്രം പുരുഷന്മാർ പോണില്ല. നബിന്റെ ഒരു സുന്നത്ത് പാലിച്ചേ പറ്റൂ. നമ്മുടെ ശരീരത്തിലെ താടി രോമങ്ങൾ 2 റുപ്യക്ക് ബ്ലേഡ് കൊണ്ട് വടിക്കുമ്പോൾ ബ്ലേഡ് പോണതിന്റെ പ്രശ്നമല്ല. നബി തങ്ങളുടെ ഒരു സുന്നത്തിന് 24 മണിക്കൂർ പ്രതിഫലം കിട്ടുന്ന, ആണാണെന്നതിന്റെ പുരുഷനാണെന്നതിന്റെ അടയാളമായ 24 മണിക്കൂർ പ്രതിഫലം കിട്ടുന്ന താടി നമ്മൾ വടിച്ചു കളയൂല. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചതാ, ഇത് വളർത്തു, സമർത്ഥമാക്കുന്നു. എന്ത് കാര്യത്തിലും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, വലത് കൈ ആദ്യം ധരിക്കും, വലത് കാൽ ആദ്യം ധരിക്കും. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? നബി തങ്ങൾ എല്ലാത്തിലും വലതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ചെറിയവരോട് നമ്മൾ കരുണ കാണിക്കും, വലിയവരോട് ഒരു ബഹുമാനം നമ്മൾ കീപ്പ് ചെയ്യും. എന്തിനാണത്? ഇത് മതത്തിന്റെ നിയമമാണ്. മതങ്ങളല്ല ഇവിടെ പ്രശ്നം. മനുഷ്യനായ പോലെ മതങ്ങളൊന്നും വേണ്ടല്ലോ. മതങ്ങൾ മനുഷ്യന് നന്മ പഠിപ്പിച്ചു കൊടുക്കുക. ആപ്പാനിമ്മാനും നോക്കണം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, മക്കളെയും ഭാര്യയെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അവരെ ഹറാമിലേക്ക് വിടരുത്. അവർ മേക്കപ്പിന്റെയും തോന്നിവാസത്തിന്റെയും ആളായി മാറരുത്. ഭർത്താക്കന്മാരെ ഭാര്യയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, ഭാര്യമാരെ ഭർത്താവിനെ നന്നായി അനുസരിക്കണം, മക്കളെ വാപ്പാനിമ്മാനും നോക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബം നരകത്തിൽ രക്ഷിക്കണം പറഞ്ഞു കൊടുക്കണം. മക്കളെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി യാക്കൂബ് നബി മരിക്കുന്നതിന് മുമ്പ് പറയാണ്, ആ തോട്ടം ഇവിടെ, ആ കാർ ഇന്നാൾക്ക്, ആ പൈസ ഇന്നാൾക്ക്. ഇതൊന്നുമല്ല ചർച്ച. ഇന്നല്ലാഹ ഇസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, ദീൻ വിട്ട് കളിക്കരുത്, ദീൻ മുറുകെ പിടിക്കണം, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇതാണ് വസിയത്ത്. മരിച്ചാറി മണ്ണിലേക്ക് ഇറക്കി വെച്ച് നാളെ പരലോകത്ത് എത്തുന്നത് വരെ ബർസഖിൽ കടന്ന് അവിടുന്ന് കാഹളത്തിൽ ഊതപ്പെട്ടാൽ قالوا يا ويلنا من بعثنا هذا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. എത്ര ആയത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയപ്പെടുന്ന രംഗമുണ്ടല്ലോ, അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ആ നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിയുന്ന രംഗത്തിൽ നരകം കാണുമ്പോ പേടിച്ചു പറഞ്ഞിട്ട് അന്ന് മനുഷ്യൻ വിലപിക്കും. അത് വിലപിക്കാതിരിക്കാനാണ് ഈ തസ്ബിയ, ഈ കോക്കൂർ യൂണിറ്റിന്റെ ഈ മഹത്തായ സംരംഭം. ഈ ആയത്ത് കൊണ്ടാണ് നരകക്കാര് പറയും, എത്ര വഖാലു ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ ആ ഉപദേശങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. കേട്ടാ മതിയായിരുന്നു, പഠിച്ചാ മതിയായിരുന്നു, വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിന്നവരോടാണ് ഈ പറയുന്നത്. ചില ആളുകൾ പറയും, എന്റെ ഉപ്പ, എന്റെ ചങ്ങാതി, എന്റെ ഫ്രണ്ടാണ് ഇതിന്റെ കാരണം, അവനാണ് എന്നെ ഈ നരകത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അവർ നരകക്കാര് പറയും, എത്ര അവിടെ എത്തിക്കഴിഞ്ഞാൽ, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്റെ ചങ്ങാതിയെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. അവനവന്റെ കാര്യം അവനവർ ശ്രദ്ധിക്കേണ്ടതായി. വേറെ ചിലർ പറയാം, ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം ആരാന്നറിയോ? ഞങ്ങൾ ബഹുമാനിച്ചിരുന്ന, ഞങ്ങൾ ആദരിച്ചിരുന്ന, ഞങ്ങൾ വസ്ത്രം മേടിച്ചു കൊടുക്കും, വീട് വെച്ചു കൊടുക്കും, വാഹനം മേടിച്ചു കൊടുക്കും, ബഹുമാന പുരസ്സരം ഞങ്ങൾ നോക്കിയിരുന്ന
സാദാത്യങ്ങളായ കുബറാക്കന്മാരായ ആൾക്കാരാണ് ഞങ്ങളെ ഈ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്. എന്റെ വാക്കല്ല, ഖുർആൻ പറയാണ്. നരകത്തിന്റെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ ചിലർ വിലപിച്ചുകൊണ്ട് പറയുമത്രേ, അല്ലാഹുവേ റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ, ഞങ്ങളെ സയ്യിദന്മാർ സാദാത്യങ്ങളെ ഞങ്ങളെ അനുസരിച്ചങ്ങ് പോയി. അവരൊക്കെ ദീനാ പറയണത്, ഓരൊക്കെ നല്ലതേക്കും പറയണ്ടാവുക, ഓര് പറഞ്ഞതേ ദീനുള്ളൂ എന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. അത്അനാ സാദതനാ വ കുബറാനാ, ഞങ്ങളുടെ നേതാക്കന്മാരും പൗരപ്രമുഖന്മാരും ഒക്കെ പറയുന്നത് കേട്ടപ്പോ അതാണ് ദീൻ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു റബ്ബേ, ഞങ്ങൾ ഇതൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് അവസാനം അവർ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ, വൽഅൻഹും ലഅനൻ കബീറാ, ഇവർക്ക് ശാപം കൊടുക്കണേ. ആരെ? ഇവിടെ ബഹുമാന പുരസ്സരം ജീവിച്ചിരുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയകറ്റുന്ന ശാപം ചൊരിയുന്ന വാക്ക് നരകക്കാര് പറയാതിരിക്കാൻ, നമ്മളതാകാതിരിക്കാൻ, നരകക്കാരത് പറയുമ്പോൾ നമ്മൾ അതിൽ പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ ഈ ദുനിയാവിലെ ഈ ലോകത്ത് പടച്ചവൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്ത് തന്നതും പടച്ചവനാണ്. എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവിൽ നിന്നുള്ള ഹൈറും ഷർറും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ കാണിക്കാനും പ്രയാസങ്ങളെ ക്ഷമിക്കാനും നമുക്ക് കഴിയുക. നമ്മുടെ കുടുംബത്തിന് മാന്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, മക്കളെ നന്നായി സ്നേഹിക്കുക, ക്ഷമയോടെ കേൾക്കുക, നന്നായി അവരോടൊപ്പം സംസാരിക്കുക. ഡിജിറ്റൽ കാലം മീഡിയത്തിൽ എല്ലാവരും മൊബൈൽ ഫോണിന്റെ ലോകത്തിൽ നമ്മൾ പരസ്പരം സംസാരിക്കാനും തുറന്നിരിക്കാനും ഒക്കെ സമയമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാകണം. മക്കൾ പല നിലക്കും 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റായ വാർത്ത നമ്മുടെ കേരളത്തിലെ നമ്മുടെ പരിസരങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നല്ല ബോധത്തോടെ ചിന്തയോടെ നമ്മുടെ കുടുംബത്തിനെ കരക്ക് പിടിക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, ദീന് കിട്ടുന്ന ഖുർആൻ ക്ലാസുകൾ, QHLS ക്ലാസുകൾ എവിടെയാണ് നടക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവിടെ എത്താൻ ശ്രമിക്കുക. നമ്മുടെ മദ്രസ കഴിഞ്ഞ മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും CRE എന്ന് പറയുന്ന ദീന് പഠിക്കാൻ 1 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. കുട്ടി അവിടെ പോണുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പീസ് റേഡിയോ 24 മണിക്കൂർ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് ആർക്കും പഠിക്കാം. 100 കണക്കിന് പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്ത കേരളത്തിന്റെ ഇസ്ലാമിക റേഡിയോ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന പീസ് റേഡിയോ കോഴ്സുകളെ പരിചയപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മാർഗമുണ്ട്. വീഡിയോ കണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ജമീൽ ആപ്പ് ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ വരാനിരിക്കുന്ന നമ്മുടെ നാടുകളിൽ പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി കടലുണ്ടിയിൽ നടക്കാനിരിക്കുന്ന മഹത്തായ പ്രൊഫൈസിലേക്ക് നമ്മുടെ ആളുകളെ നമ്മൾ ക്ഷണിക്കുക. അള്ളാഹുവിന്റെ ദീന് പഠിക്കാവുന്ന എല്ലാ നല്ല നല്ല വേദികൾക്കും നമ്മുടെ വീടുകൾ, അടുത്തത് എന്റെ വീട്ടിലാവണം, അടുത്തത് എന്റെ നാട്ടിലാവണം, അടുത്തത് എന്റെ പ്രദേശത്താകണം എന്ന തീരുമാനമെടുത്ത് ഇൻഷാ അല്ലാഹ് ഈ നിലക്കുള്ള അറിവിന്റെ ഒരു പ്രസരണത്തിൽ അറിവ് പഠിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കുതിച്ചുയർന്ന സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും പടച്ച റബ്ബിനെ അങ്ങേയറ്റം നമ്മുടെ എല്ലാ ശ്രമങ്ങളും വിട്ടുകൊടുക്കുന്ന ജിഹാദിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ബഹുമാന്യനായ നമ്മുടെ ആദർശ പണ്ഡിതൻ സുല്ലമി നമ്മോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അള്ളാഹു അതൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു വീട്, ഇത്രയും സംവിധാനങ്ങൾ, ഇത്രയും വിശാലമായി ജനങ്ങൾക്ക് ഇരിക്കാവുന്ന വീട്, മാമുക്ക് സാഹിബും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സഹോദരനും ഒക്കെ ഇത്തരം വേദികൾ, സൗകര്യങ്ങൾ ഒരുക്കി തന്ന അള്ളാഹുവിന്റെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ ഹൈറും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം അറിവുകളിലൂടെ പഠിച്ചു മനസ്സിലാക്കി ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ധീരസമേതം ധൈര്യത്തോടെ വലിയ താല്പര്യത്തോടെ ഈ ദീനിന്റെ മാർഗത്തിൽ മുറുകെ പിടിച്ചു ജീവിക്കാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ, അറിവില്ലായ്മകൾ പലതും സംഭവിച്ചവരാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകാൻ റഹ്മാനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളാക്കി മാറ്റി തരണമേ റഹ്മാനെ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലവരായ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണമേ. അള്ളാഹു ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് അതാത് നാടുകളിൽ അഭിമാന പുരസ്സരം ജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന ഏത് വിഷമങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഭീഷണികളും മനക്കരുത്തോടെ പിടിച്ചു നിൽക്കാനുള്ള തഖ്വയും ഈമാനും കരുത്തും ഞങ്ങൾക്ക് നീ
ചെയ്യണമേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.